ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കരങ്ങളെ തട്ടി കർത്താവിന് സ്തോത്രം ചെയ്താൽ പകലിൻ്റെ മണിക്കൂറുകളിൽ അദൃശ്യനായ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഇരുന്ന് അത്ഭുതകരമായി അതിശയകരമായി ദൈവം നമ്മെ നടത്തിയെങ്കിൽ ഹല്ലേലൂയ, അവൻ്റെ കരുതലും അവൻ്റെ പരിപാലനവും അനുഭവിപ്പാൻ കഴിഞ്ഞെങ്കിൽ ഇന്ന് രാത്രി നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ട, അതരങ്ങളെ തുറന്ന് കരങ്ങളെ തട്ടി നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭാരങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞതായ ഒരു പകൽ ജീവിപ്പാൻ ആവശ്യമായ ദൈവകൃപ ഉയരത്തിൽ നിന്ന് ദൈവം നമുക്ക് ദാനമായി നൽകി. ഹല്ലേലൂയ. അവന്റെ ആ കരുതൽ അനുഭവിച്ചവർ, ആ സാന്നിധ്യം അനുഭവിച്ചവർ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ട. ആമേൻ. സമപ്രായത്തിലുള്ള എത്രയോ പ്രിയപ്പെട്ടവര് ലോകത്തിൽ വിവിധ പ്രയാസങ്ങളിലൂടെ, പ്രതികൂലങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രതികൂലങ്ങളുടെ നടുവിലും പ്രതിസന്ധിയുടെ നടുവിലും കരം പിടിച്ചു നടത്തുന്ന ദൈവത്തിന്റെ വിശ്വസ്തയുടെ കരം ഇന്ന് പകൽ നമ്മളെ താങ്ങി നടത്തിയെങ്കിൽ, അത്ഭുതകരമായി കൈപിടിച്ച് നടത്തിയെങ്കിൽ ഇന്ന് രാത്രിയിൽ നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്കൊരുമിച്ച് ദൈവത്തെ സ്തുതിക്കാമല്ലോ. നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മെ നടത്തിയ ദൈവത്തിന്റെ ആ നടത്തിപ്പിനായി, ഹല്ലേലൂയ, ദൈവത്തിന്റെ കരുതലിനായി, ദൈവത്തിന്റെ പരിപാലനത്തിനായി നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാമല്ലോ. ശ്രുതികളിമേ വസിക്കുന്ന സർവശക്തനായ ദൈവം അവന്റെ മുഴു സാന്നിധ്യവുമായി ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. എത്രയോ പ്രിയപ്പെട്ടവർ അതേ കണ്ണുനീരിന്റെയും നിരാശയുടെയും നടുവിലായിരിക്കുന്നു. അകാലത്തിൽ പൊലിഞ്ഞുപോയ പ്രിയപ്പെട്ടവരുടെ ഓർമ്മ ആമേൻ പലരെയും കണ്ണുനീരിലും ദുഃഖത്തിലും അതേ ഇരുത്തുമ്പോൾ, ഹല്ലേലൂയ, പ്രത്യാശയുള്ളവരായി ജീവിപ്പാൻ ഉതകത്തക്ക വിധത്തിൽ അതേ കൃപയാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കളായിരിക്കുന്ന നമുക്ക്, ഹല്ലേലൂയ, സന്തോഷിപ്പാൻ തക്കവണ്ണം അതേ ഉയരത്തിലെ കരം ഇന്ന് രാത്രിയിൽ നമുക്ക് അനുകൂലമായി ചലിക്കുമെന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. കണ്ണുനീർ കാണുമ്പോൾ മനസ്സലിയുന്ന ദൈവം, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്. അവൻ മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. വേദനയോടെ, ആവലാതിയോടെ, ദുഃഖത്തോടെ, നിരാശയോടെ ആയിരിക്കുന്ന ഒരു ദൈവ പൈതലിനെ ആമേൻ കൈപിടിച്ചുയർത്തുവാൻ ശക്തനായ ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രിയിലും നമ്മെ ശക്തീകരിപ്പാൻ തക്കവണ്ണം ഇടയാകുമെന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട് ഈ ലോകം നൽകാത്ത സമാധാനം, ഈ ലോകം നൽകാത്ത സന്തോഷം അനുഭവിപ്പാൻ തക്കവണ്ണം വിളിച്ച ദൈവമക്കൾ നിരാശപ്പെട്ടു പോകാതെ അവർ പ്രത്യാശയോടെ ചുവടുകളെ വെച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത് മുൻപോട്ട് പോകത്തക്ക വിധത്തിൽ യഥാസമയങ്ങളിൽ ദൈവം തന്റെ മക്കൾക്ക് അതേ ബലപ്പെടുവാൻ തക്കവണ്ണം തന്റെ വചനത്തെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി തീരും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിലും അതേ ആർത്തിയോടെ, വാഞ്ചയോടെ, പ്രതീക്ഷയോടെ ആമേൻ ഈ ലൈവിൽ ആയിരിക്കുന്ന തന്റെ മക്കളോട് ദൈവം വചനത്തിലൂടെ സംസാരിപ്പാൻ തക്കവണ്ണം അത് ഇടയായി തീരുമെന്ന് വിശ്വസിക്കുന്നവർ കണ്ണുകളെ അടച്ചാട്ട. ഹല്ലേലൂയ. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞിരിക്കുന്ന ഈ ഭൂമിയിൽ ആയിരിക്കുന്ന അവയെ തന്റെ ജനത്തെ ശക്തീകരിക്കുന്ന ദൈവ സാന്നിധ്യം ഇന്ന് രാത്രിയിലും അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയാകേണ്ടതിനായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. സംഭവ വിപുലങ്ങളെ കൊണ്ട് നിറഞ്ഞതായ ഒരു പകൽ കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് അനുഗ്രഹപ്രദമാക്കി തീർത്ത ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതേ ഭാരങ്ങളും വേദനകളും നിരാശകളുമുള്ള ലോകത്ത് അതേ ഞങ്ങളോട് കൂടെ ഇരുന്ന് ആമേൻ അത്ഭുതകരമായി നടത്തിയ വിധങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ, അവിടുന്ന് നടത്തിയ എല്ലാ വിധങ്ങളെ ഓർത്തുകൊണ്ട് നന്ദിയുള്ളവരായി അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ആരാധിപ്പാൻ ആവശ്യമായ ദൈവകൃപ ഉയരത്തിൽ നിന്ന് അങ്ങ് ദാനമായി നൽകിയാണ്. ഞങ്ങൾ കുടുംബമായി അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു കർത്താവേ. ഇന്ന് രാത്രിയിലും ഞങ്ങളോടൊപ്പം ഈ ലൈവിൽ ദൈവത്തെ സ്തുതിപ്പാൻ, ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു.
കഴിഞ്ഞ ദിനങ്ങളിൽ, കഴിഞ്ഞ നാളുകളിൽ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ ഞങ്ങളോട് ഒരുമിച്ച് ദൈവത്തെ ആരാധിച്ച കുടുംബങ്ങൾക്കായി വ്യക്തിപരമാകുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിച്ച് പ്രാർത്ഥിക്കുവാൻ ഓർപ്പിച്ചവർക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിലും സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് അവിടുത്തെ വചനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ ശക്തീകരിക്കണമേ. ആരെങ്കിലും രോഗികളായി, ദുഃഖിതരായി, ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ആകുലരായി ആമേൻ ഇരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി ബന്ധനമില്ലാത്ത ദൈവവചനത്തിന്റെ ശക്തി ആമേൻ അവരുടെ മേൽ പകർന്ന് അതേ സമാധാനവും സന്തോഷവും അനുഭവിക്കത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രിയിലും വചനം കേൾക്കുന്നവർക്ക് അനുകൂലമായി ചലിക്കുവാൻ തക്കവണ്ണം ഇടയാകുമല്ലോ. ഇന്ന് രാത്രി അപ്രകാരം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, വിശ്വസിക്കുന്ന കർത്താവേ, പാടുവാൻ കൃപ നൽകിയാട്ട്. ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് അങ്ങയുടെ വചനം ശുശ്രൂഷിപ്പാൻ അടിയനെ ശക്തീകരിച്ചാട്ട്. അതിയോടൊപ്പം പരിശുദ്ധാത്മാവം ദൈവം കൂടെയിരിക്കണം. ആമേൻ. സകലവിധ നന്മകളാലും നിറയ്ക്കണം. മഹത്വം അവിടത്തേക്ക് മാത്രം അർപ്പിക്കുന്നു. അടിയങ്ങൾക്കായി കാൽവരി ജീവൻ അർപ്പിച്ച പുണ്യേശു കർത്താവിൻ നാമത്തിൽ താഴ്മയാചിക്കുന്നു. കൃപയോടെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് രാത്രിയിലും ആമേൻ അതേ ഈ ലൈവിലൂടെ ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സന്ധ്യാവന്ദനം ചൊല്ലുകയാണ്. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അത് വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ അനുഭവിക്കാൻ കഴിയും. ഹല്ലേലൂയ. ഇത് ഭംഗി വാക്കായി പറഞ്ഞു പോകുകയല്ല. ആമേൻ. ആര് പ്രാർത്ഥിക്കുന്നുണ്ടോ അവരുടെ ജീവിതത്തിൽ ആമേൻ ദൈവത്തിന്റെ അതേ പ്രവൃത്തി അതേ വെളിപ്പെടും. ഹല്ലേലൂയ. ആര് ആരാധിക്കുമോ അവിടെ ദൈവം അവരെ വിടുവിക്കും. ഹല്ലേലൂയ. സ്തുതികളിമേ വസിക്കുന്ന സർവശക്തനായ ദൈവം ഇന്ന് രാത്രി നമ്മുടെ മധ്യേ ആഗതനായിട്ടുണ്ട്. വിശ്വാസത്തോടെ ചേർന്ന് പാടി കരങ്ങളെ തട്ടി നമുക്ക് ഒരുമിച്ച് നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. ലോകരാജ്യങ്ങളിൽ അനേകര് ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ ആയിരിക്കുമ്പോൾ ആമേൻ കണ്ണുനീരിനെ തുടയ്ക്കുവാൻ ശക്തിയുള്ളവൻ. അതെ, കണ്ണുനീര് കണ്ട് മാറിപ്പോകുന്നവനല്ല, കണ്ണുനീരിനെ മറികടക്കുന്നവനല്ല. ആമേൻ ദുഃഖത്തിലും പ്രയാസങ്ങളിലും രോഗങ്ങളിലും കടഭാരങ്ങളിലും ആയിരിക്കുന്നവർ ഹല്ലേലൂയ തങ്ങളുടെ കഷ്ടതയിൽ, തങ്ങളുടെ ഞെരുക്കങ്ങളിൽ യഹോവയോട് നിലവിളിച്ചപ്പോൾ യഹോവ അത് വിശാലത വരുത്തിയെന്ന്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഒരു വിശാലത ആഗ്രഹിക്കുന്നവർ, ഹല്ലേലൂയ, ഒരു സൗഖ്യം ആഗ്രഹിക്കുന്നവർ, ഒരു വിടുതൽ പ്രതീക്ഷിക്കുന്നവർ ചേർന്ന് പാടി കരങ്ങളെ തട്ടി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യതേജസ്സിൻ ഗാനമോത്തിടുമ്പോൾ നോടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. ഒരിക്കൽ കൂടെ, ഓ കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, പ്രിയന്റെ വരവിൽ തോനി മുഴങ്ങും പ്രാക്കളെ പോലെ നാം പറന്നുയരും. പ്രാണന്റെ പ്രിയനാ മണവാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. പ്രിയന്റെ വരവിൽ തോനി മുഴങ്ങും, ഓ പ്രാക്കളെ പോലെ നാം പറന്നുയരും. പ്രാണന്റെ പ്രിയനാം മണിയാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. ആമേൻ. കഷ്ടങ്ങൾ സാരമില്ല, ഓ കണ്ണുനീർ സാരമില്ല, നിത്യതേജസ്സിൽ ഗാനമോത്തിടുമ്പോൾ നോടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. ആമേൻ. കണ്ണുനീർ സാരമില്ല, നോടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. ആമേൻ. കണ്ണുനീർ സാരമില്ല. യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൽ ശ്രുതിയും കേൾക്കുന്നില്ലയോ? ഇസ്രായേലിൻ ദൈവം എഴുന്നള്ളുന്നേ, യേശുവിൻ
ജനമേ ഒരുങ്ങുക നാം. യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൽ ശ്രുതിയും കേൾക്കുന്നില്ലയോ? ഇസ്രായേലിൻ ദൈവം എഴുന്നള്ളുന്നേ. യേശുവിൻ ജനമേ ഒരുങ്ങുക നാം. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീ സാരമില്ല, നിത്യതേജസ്സിൻ ജ്ഞാനമോർത്തിടുമ്പോൾ സാരമില്ല. നോടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. ആമേൻ. കണ്ണുനീ സാരമില്ല. നോടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. ആമേൻ. കണ്ണുനീ സാരമില്ല. കഷ്ടങ്ങൾ സാരമില്ല. ആമേൻ. കണ്ണുനീ സാരമില്ല. നിത്യതേജസ്സിൻ ഗാനമോർത്തിടുമ്പോൾ നോടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. കണ്ണുനീ സാരമില്ല. ആമേൻ. കഷ്ടങ്ങൾ സാരമില്ല. ഓ നീ സാരമില്ല. Praise the Lord. Hallelujah. എത്ര പേർ ആമേൻ ഭാരങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, ആകുലതകൾ, ആമേൻ പ്രതികൂലങ്ങൾ, ഹല്ലേലൂയ, സാരമില്ലെന്ന് എണ്ണിക്കൊണ്ട് ആമേൻ അതെ ഈ കാലഘട്ടങ്ങളിലും ഹല്ലേലൂയ ഈ പ്രതികൂല സാഹചര്യത്തിലും ഹല്ലേലൂയ പാടി ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാകും. ഇന്ന് രാത്രി ആമേൻ ഭക്തൻ എഴുതിയ വരികൾ ചേർന്ന് പാടി ആമേൻ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ അനേകർ തയ്യാറാകുമ്പോഴും ഹല്ലേലൂയ അവർ അഭിമുഖീകരിക്കുന്ന പ്രതികൂലങ്ങൾക്കകത്ത് ആമേൻ എങ്ങനെ മുമ്പോട്ട് പോകുവാൻ കഴിയുമെന്ന് ചിന്തിച്ചായിരിക്കുമ്പോൾ ആമേൻ പ്രതികൂലത്തിന്റെ നടുവിലും അത് തളരാതെ മുമ്പോട്ട് പോകുവാൻ ശ്രുതികളിൽ മേൽ വസിക്കുന്ന സർവശക്തൻ ആയ ദൈവം ഇറങ്ങി വന്ന് അത് ശക്തീകരിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. ആമേൻ. സന്തോഷമുള്ളവർ ഒരിക്കൽ കൂടെ കരങ്ങൾ അടിച്ച് അതരങ്ങളെ തുറന്ന് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. കാരണം അവൻ ശ്രുതികളിൽ മേൽ വസിക്കുന്നവനാണ്. അവൻ പണം കണ്ട് പ്രവർത്തിക്കുന്നവനല്ല, അവൻ കഴിവ് കണ്ട് പ്രവർത്തിക്കുന്നവനല്ല. ആമേൻ. അവൻ പ്രവൃത്തിയിൽ വലിയവൻ, ആലോചനയിൽ വലിയവൻ. ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തന്ന് തന്റെ ജനത്തെ ശക്തിയോടെ മുമ്പോട്ട് നയിക്കുവാൻ ശക്തനായവന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിലും അതരം തുറന്ന് ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന ദൈവമൈതൽ തളർന്നു പോകാതെ ശക്തിയോടെ മുമ്പോട്ട് പോകത്തക്ക വിധത്തിൽ വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ഇന്ന് രാത്രിയിലും അവൻ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ മേൽ പകരുവാൻ ദൈവം ശക്തൻ എന്ന് പറഞ്ഞാൽ എത്ര പേർ ആമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. ദൈവം നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി ആമേൻ ഈ മനസ്സ് നിങ്ങളിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഈ മനസ്സ് നിങ്ങളിൽ ഉണ്ടാകട്ടെ. ഇന്നത്തെ ആമേൻ ദൈവവചന ചിന്തയുടെ ടൈറ്റിൽ അങ്ങനെയാണ്, ഈ മനസ്സ് നിങ്ങളിൽ ഉണ്ടാകട്ടെ. ഇന്ന് രാത്രിയിലെ വചന ചിന്തയ്ക്ക് ആധാരമായി ആമേൻ റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 18-ാം വാക്യമാണ് ആമേൻ അതേ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. ആമേൻ റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം. ആമേൻ ഏതാണ്ട് ആമേൻ ലോക്ക്ഡൌൺ തുടങ്ങിയ അന്ന് മുതൽ തുടർമാനമായി ആമേൻ അതേ വൈകുന്നേരം 8 മുതൽ 9 വരെയുള്ള സമയത്ത് കണ്ടിന്യൂ ആയി എല്ലാ ദിവസവും ദൈവവചനം ശുശ്രൂഷിപ്പാൻ ദൈവമായ കർത്താവ് കൃപ നൽകിക്കൊണ്ടിരുന്നു. എന്നാൽ 2 മാസത്തിന് ശേഷം ആമേൻ അത് 9 തൊട്ട് 10 മണി വരെയുള്ള സമയത്തേക്ക് മാറ്റിയിരുന്നു. എന്നാൽ ചില ദിവസങ്ങളിൽ ആമേൻ നെറ്റ്വർക്കിന്റെ പ്രോബ്ലവും കറണ്ടിന്റെ പ്രശ്നവും ഒക്കെ നേരിട്ട് അല്പസ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സമയം മാറുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആമേൻ. എന്നാൽ ആമേൻ ഈ സമയങ്ങളിലെല്ലാം ശുശ്രൂഷിച്ച വചനം അനേകർക്ക് അനുഗ്രഹവും വിടുതലും ആയി തീർന്നുവെന്ന് ആമേൻ കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അനേകർക്ക് ആമേൻ ദൈവനാമ മഹത്വത്തിന് കാരണമാക്കി
സമ്പൂർണമാക്കി തീർത്ത ദൈവവചനം ഇന്ന് രാത്രിയിലും ശ്രോതാവേ, മാതാവേ, പിതാവേ, അതേ നമ്മുടെ ജീവിതത്തിൽ അതേ ദൈവനാമം മഹത്വപ്പാടുമാറ് പ്രവൃത്തിയിൽ വലിയവനായ ദൈവം ഇന്ന് രാത്രിയിലും കഷ്ടത കണ്ട്, വേദന കണ്ട്, നിരാശ കണ്ട് ആമേൻ അതേ മാറിപ്പോകുന്നവനല്ല. ഇന്ന് രാത്രി അവൻ ഇറങ്ങി വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. പ്രത്യാശ ഉളവാകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രിയിലും നിന്റെ ഹൃദയത്തിന്റെ നിലവാരങ്ങൾ അറിഞ്ഞ് നൽകി തരുവാൻ ദൈവം ശക്തൻ. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട് വായിക്കാം. റോമലേഖനം 8-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ആമേൻ കാരാഗൃഹത്തിന്റെ അകത്തടത്തിൽ കടന്നുകൊണ്ട് ദൈവസഭയെ ഉറപ്പിക്കുവാൻ അനേക ലേഖനങ്ങൾ എഴുതിയതായി തിരുവചന ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. റോമിലായിരിക്കുന്നവർ മാത്രമല്ല, ഇന്നും കർത്താവായ യേശു ക്രിസ്തുവിനെ കൃപയാൽ അറിയുവാൻ ഭാഗ്യം ലഭിച്ച അത് വിശുദ്ധന്മാരായ ദൈവമക്കൾ എവിടെയെല്ലാം എക്കാലത്തുണ്ടോ അവരെല്ലാം വായിച്ചു ബലപ്പെടുവാൻ ഉതകത്തക്ക വിധത്തിൽ ആത്മാവിൽ നിയോഗം പ്രാപിച്ചെഴുതിയ അതേ വചനം ഇന്ന് രാത്രി ആത്മാവിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിൽ ഹൃദയങ്ങൾക്ക് അത് ഗ്രഹിക്കുവാൻ കഴിയത്തക്ക വിധത്തിൽ ചില ഹൃദയങ്ങളെ ഇന്ന് രാത്രിയിലും തുറക്കുവാൻ ദൈവം ശക്തനാണ്. ആമേൻ. തലമുറകൾ ദൈവവചനത്തിന്റെ ആഴങ്ങൾ ഗ്രഹിച്ച് ആത്മീയരായി മാറത്തക്ക വിധത്തിൽ നിന്റെ കണ്ണുനീരിന് മറുപടി നൽകുന്ന രാത്രിയ ഇന്ന് രാത്രി. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ആമേൻ. നിന്നെ കണ്ണുനീരിലും ദുഃഖത്തിലും പ്രയാസത്തിലും പ്രതികൂലത്തിലും പ്രതിസന്ധിയിലും ഒതുക്കിയിരുത്തിയിരിക്കുന്ന അന്ധകാരത്തിന്റെ മണ്ഡലങ്ങളെ ഭേദിച്ച് ആ സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് നിന്നെ കൈപിടിച്ച് നടത്തുവാൻ തക്കവണ്ണം, ഉയർത്തുവാൻ തക്കവണ്ണം ശക്തിയുള്ള ഉൾനട്ട ജീവന്റെ വചനം, പാറയെ തകർക്കുന്ന ചുറ്റികയായി വെളിപ്പെടുന്ന ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രിയിലും അത് ചില മേഖലകളെ അത് തകർക്കുവാൻ, സ്പർശിക്കുവാൻ, വിട്ടുപിക്കുവാൻ, സൗഖ്യമാക്കുവാൻ തക്കവണ്ണം വെളിപ്പെട്ടു വരികയാ. ഇന്ന് രാത്രി അത് അനുഭവിക്കുന്നവർ മൗനമായിരിക്കാതെ, കാഴ്ചക്കാരെ പോലെ ഇരിക്കാതെ, കേൾവിക്കാരെ പോലെ ഇരിക്കാതെ അത് കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ച് കൈമാറത്തക്ക വിധത്തിൽ ഈ തലമുറയിൽ അനേകര് തകർന്നുകൊണ്ടിരിക്കുമ്പോൾ, അനേകര് നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അനേകര് കണ്ണുനീരിലും ദുഃഖത്തിലും അതേ വഴുതി വീടുകൊണ്ടിരിക്കുമ്പോൾ അവരെ ആശ്വസിപ്പിക്കുവാൻ ഉതകുന്ന, അവരെ നിത്യജീവൻ അവകാശിയാക്കി മാറ്റുവാൻ ഉതകുന്ന ജീവന്റെ വചനം ഇന്ന് രാത്രിയിലും നീ കേൾക്കുന്നത് വൃഥാവാദത്തില്ല. നിന്നിലൂടെ ഈ അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരുമെന്ന് അരുളി ചെയ്ത ദൈവവചനത്തിന്റെ പൂർത്തീകരണം அதை വെളിപ്പെടുത്തക്ക വിധത്തിൽ നിന്റെ മേൽ ഒരു അഭിഷേകത്തിന്റെ കൈമാറ്റം ഇന്ന് രാത്രി സംഭവിക്കുമെന്ന് പറഞ്ഞാൽ എത്ര പേർ ആമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിനെ മഹത്വം കൊടുക്കും. എന്നും കേൾവിക്കാരെ പോലെ ഇരുന്ന്, എന്നും കാഴ്ചക്കാരെ പോലെ ഇരുന്ന് അതേ സമയം പോക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. അതെ, തന്റെ അരികിൽ വന്നവരെ ആമേൻ ദൈവവചനത്താൽ നിറച്ച് പാമ്പുകളെയും തേടുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നുവെന്ന് പറഞ്ഞ് ഈ 2 പേരായി അയച്ച് ആമേൻ അതേ സകല ജാതികളെയും എന്റെ ശിഷ്യരാക്കിക്കൊള്ളുവാൻ അരുളി ചെയ്ത സർവശക്തനായ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരാക്കി വെച്ചിരിക്കുന്ന അഭിഷക്തന്മാർ എവിടെയുണ്ടോ, എവിടെ ദൈവവചനം പ്രഘോഷിക്കുന്നുവോ, എവിടെ ആരാധിക്കുന്നുവോ, എവിടെ പ്രാർത്ഥിക്കുന്നുവോ അവിടെ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറ് പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ ശക്തിയെ വെളിപ്പെടുത്തി ദൈവസഭയെ ഉറപ്പിക്കത്തക്ക വിധത്തിൽ, ദൈവസഭയെ പണിയത്തക്ക വിധത്തിൽ ബലഹീനനായ മനുഷ്യനെ കരങ്ങളിൽ എടുത്ത് ഉപയോഗിക്കുന്ന ദൈവം. സഹോദര, ഇന്ന് രാത്രി മാതാവേ, പിതാവേ, കുഞ്ഞേ, സഹോദരി, അഭിഷക്തനെ ഏത് രാജ്യത്തായിരുന്നാലും, ഏത് ജില്ലയിലായിരുന്നാലും, ഏത് പട്ടണത്തിലായിരുന്നാലും നിന്നെ ഉപയോഗിക്കുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഉന്നതമായി വിളികെട്ട് ഇറങ്ങി തിരിച്ച ആരെങ്കിലും കഷ്ടതയില്, പ്രതികൂലത്തില്, പ്രതിസന്ധിയില് അകപ്പെട്ട് എന്നെ സഹായിക്കാൻ ആരുമില്ല, എന്നെ കാണുന്നത് ആരുമില്ല, എനിക്ക് കൈതന്ന് മുമ്പോട്ട് നടത്തുവാൻ ആരുമില്ല എന്ന് ചിന്തിച്ചിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി ഉലകത്തിൽ ലോകത്തിന്റെ രക്ഷകനായി പിറന്ന നസ്രയത്തുകാരനായ യേശു ക്രിസ്തുവിന്റെ വിളികെട്ട് ഇറങ്ങി തിരിച്ച് നീ നിരാശപ്പെട്ട് ഒതുങ്ങിപ്പോകുവാൻ അനുവദിക്കാതെ ഇന്ന് രാത്രി നിന്റെ കഷ്ടത കണ്ട് ഇറങ്ങി വന്ന് നിന്റെ കൈപിടിച്ചുയർത്തി മുമ്പോട്ട് നയിപ്പാൻ ശക്തനായവന്റെ സാന്നിധ്യം അത് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിന്റെ മേൽ പകരുന്ന രാത്രി എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേർ ആമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിന്റെ മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. ആരും ലജ്ജിച്ചു പോകുവാൻ അവൻ സമ്മതിക്കുന്നില്ല. ഹല്ലേലൂയ. കഷ്ടത കണ്ട് അത് കൂടെ ഇറങ്ങി തിരിച്ച പലരും അത് മാറിപ്പോയേക്കാം. ഹല്ലേലൂയ. കൂടെ നിൽക്കാമെന്ന് പറഞ്ഞവർ, അതെ സഹായിക്കാമെന്ന് പറഞ്ഞവർ, സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞവർ, പ്രതികൂലങ്ങൾക്കകത്ത് നീ
അകപ്പെട്ടു എന്ന് കണ്ടപ്പോ അത് മാറിപ്പോയേക്കാം. എന്നാൽ ഏത് കഷ്ടതയുടെ നടുവിലും അതേ അരികിൽ വന്ന് തന്റെ മാർബോട് ചേർത്ത് നിർത്തി അതെ എത്തിക്കാമെന്ന് പറഞ്ഞെടുത്ത് എത്തിക്കും വരെ അതെ നിന്നെ ശക്തീകരിച്ച് അതെ മുമ്പോട്ട് നയിക്കുവാൻ ശക്തനായവന്റെ സാന്നിധ്യം ഇന്ന് രാത്രി അതെ വെളിപ്പെടുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. വായിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഹല്ലേലൂയ. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഹല്ലേലൂയ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഹല്ലേലൂയ. സമകാലിക സംഭവങ്ങളെ വിലയിരുത്തി ഒന്ന് നോക്കിക്കേ. നമ്മിൽ വെളിപ്പെടുവാനുള്ള ആരിൽ? നമ്മിൽ ഇന്ന് രാത്രി രണ്ടല്ല ഒന്നാക്കി തീർത്ത ദൈവം. ഹല്ലേലൂയ. അതെ വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞ് അതെ നമ്മെ ഒന്നാക്കി തീർത്ത ദൈവം അതെ വിഘടിച്ചു നിൽക്കുവാനല്ല, അതെ നമ്മിൽ വെളിപ്പെടുവാനുള്ള ആമേൻ. അന്യരും പരദേശികളുമായിരുന്ന നമ്മെ ഒരപ്പന്റെ മക്കൾ എന്ന നിലവാരത്തിലേക്ക് പദവിയിലേക്ക് അന്ധകാരത്തിൽ തപ്പിത്തടഞ്ഞുകൊണ്ടിരുന്ന അതെ വ്യക്തി ജീവിതങ്ങളെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ ഇന്ന് രാത്രി തിരിച്ചറിവുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. നമ്മിൽ വെളിപ്പെടുവാനുള്ള ആമേൻ. അതെ മർക്കോസിന്റെ മാളിക മുറിയിൽ ഒരാത്മാവിൽ ഒരേ ചിന്തയോടെ ആമേൻ ഒരേ ലക്ഷ്യത്തോടെ ഇരുന്നവരുടെ മേല ഉയരത്തിലെ ആത്മാവ് ചലിച്ചത് ഇന്ന് രാത്രി വേർപാടിന്റെ നാടിച്ചുവരുകൾ ഉടഞ്ഞു മാറട്ടെ. ആമേൻ. അതെ എല്ലാ ഐക്യത കെടുത്തുന്ന എല്ലാ വാഗ്വാദങ്ങളും എല്ലാ ആമേൻ ചിന്താഗതികളും ഇന്ന് രാത്രി അതെ ആ പരിജ്ഞാനത്തിന് വിരുദ്ധമായി ഉയരുന്ന എല്ലാ ചിന്തകളും യേശുവിന്റെ നാമത്തിൽ ഉടഞ്ഞു മാറട്ടെ. ആമേൻ. നമ്മിൽ വെളിപ്പെടുവാനുള്ള കുടുംബത്തിൽ ഐക്യതയെ കെടുത്തുന്ന ആമേൻ തലമുറയും മാതാപിതാക്കളും തമ്മിലുള്ള ഐക്യതയെ കെടുത്തുന്ന ആമേൻ അതെ എല്ലാ അന്ധകാരത്തിന്റെ മണ്ഡലങ്ങളും ഈ പ്രാരംഭ നിമിഷത്തിൽ യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ അതെ മാറിപ്പോകുവാൻ കൽപ്പിക്കുകയാ. ഇന്ന് രാത്രി കുടുംബത്തിനകത്ത് ആമേൻ ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നതിന് തടസ്സമായി അതെ ദൈവ സഭയ്ക്കകത്ത് ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നതിന് തടസ്സമായി വ്യാപരിക്കുന്ന എല്ലാ ഇരുളിന്റെ വ്യാപാരങ്ങളും അങ്ങ് നൽകിയ ആത്മീയ അധികാരത്തോടെ ഇന്ന് രാത്രി നീങ്ങിപ്പോകുവാൻ കൽപ്പിക്കുകയാ. ജീസസ്. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ച ഹല്ലേലൂയ. ആമേൻ. ഒരു മനപ്പെട്ട ഏകാഗ്രതയോടെ ഇരിക്കുന്നിടത്ത് വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം വെളിപ്പെടാതിരിക്കുവാൻ കുടുംബങ്ങളെ ഭിന്നിപ്പിച്ച് വ്യക്തി ജീവിതങ്ങളെ തമ്മിലടിപ്പിച്ച് ആമേൻ അകറ്റി നിർത്തി ദൈവനാമം ദൂഷിക്കപ്പെടത്തക്ക വിധത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഇരുളിന്റെ വ്യാപാരങ്ങളെ ഭേദിക്കുവാൻ ഉതകുന്ന ഉയരത്തിലെ അഭിഷേകം ഇന്ന് രാത്രി ഒരുമനപ്പെടുന്ന വ്യക്തി ജീവിതങ്ങളിൽ ഭവനങ്ങളിൽ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഹല്ലേലൂയ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആവലാതി പറഞ്ഞ് ആമേൻ കഷ്ടത പറഞ്ഞ് ആമേൻ അതെ നഷ്ടം പറഞ്ഞ് ആമേൻ അതെ ഒതുങ്ങിപ്പോകാതെ ഹല്ലേലൂയ പ്രത്യാശയുള്ളവരായി കാഴ്ചപ്പാടുള്ളവരായി ഈ കാലത്തിലെ കഷ്ടപ്പാടുകൾ ഹല്ലേലൂയ നമ്മിൽ വെളിപ്പെടുന്ന മഹത്വവുമായി താരതമ്യപ്പെടുത്തുവാൻ ഹല്ലേലൂയ അതെ ഒരിക്കലും അതെ യോഗ്യമല്ല എന്ന് ഞാൻ കരുതുകയാണ്. ഹല്ലേലൂയ. എത്ര പേർ അങ്ങനെ കരുതുന്നു? ആമേൻ. നമ്മളിൽ വെളിപ്പെടാൻ പോകുന്ന മഹത്വമായ ആമേൻ ഒരു സന്തോഷമുണ്ട്. ഹല്ലേലൂയ. ഒരു പ്രത്യാശ ദൈവം നമുക്ക് തന്റെ ദാസനിലൂടെ നൽകി തരികയാണ്. ഹല്ലേലൂയ. ദൈവ രാജ്യത്തിനകത്ത് അനുഭവിക്കുവാൻ കഴിയുന്ന ഒരു ദൈവിക സമാധാനത്തെ കുറിച്ച് ഒരു ദൈവിക നീതിയെ കുറിച്ച് ആമേൻ അതെ ദൈവിക പ്രസൻസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് വേണ്ടിയുള്ള കഷ്ടപ്പാടുകളുടെ മനോഭാവം ഹല്ലേലൂയ അവനുമായുള്ള നമ്മുടെ കൂട്ടായ്മയെ ദൃഢമാക്കുന്ന ഒരു ഭാഗമായി വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ആ ദൈവവുമായിട്ടുള്ള ഇഴകച്ചേലന് ഒരു ഭാഗമായി അതേ കാണുകയാ. ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്നവർ കരമടിച്ച്
കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. കഷ്ടപ്പാടുകൾക്ക് ഒരു ദൈവിക ഉദ്ദേശമുണ്ട്. ആമേൻ. ഒരു ദൈവിക ലക്ഷ്യമുണ്ട്. ഹല്ലേലൂയ. അതാണ് നമ്മൾ വായിച്ച പ്രാരംഭ തിരുവെഴുത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒരിക്കൽ കൂടെ വായിക്കാം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ, ഹല്ലേലൂയ, എന്നും ഈ കഷ്ടതയ്ക്കകത്ത്, എന്നും ഈ ബുദ്ധിമുട്ടിനകത്ത്, എന്നും ഈ രോഗത്തിനകത്ത്, എന്നും ഈ പ്രതികൂലത്തിനകത്ത്, എന്നും ഈ ഒറ്റപ്പെടലിനകത്ത്, എന്നും ഈ അവഗണനത്തിനകത്ത്, എന്നും ഈ നിന്ന് സഹിച്ച് കിടക്കുവാൻ അനുവദിക്കുന്നവനല്ല ദൈവം. അങ്ങനെ കഷ്ടത അനുഭവിക്കുന്ന, അതേ പ്രതികൂലത്തിന്റെ നടുവിലായിരിക്കുന്ന ആമേൻ ഒരു ദൈവ പൈതലിന് ഒരു പ്രത്യാശ ദൈവം നൽകുകയാ. ആമേൻ. ഈ കാലത്തിലെ കഷ്ടങ്ങൾ എണ്ണി ആമേൻ ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാനുള്ള തേജസ്. ഹല്ലേലൂയ. ആരിലാണ് ഈ തേജസ് അത് വെളിപ്പെടുന്നത്? ആമേൻ. അതേ മനുഷ്യപുത്രന് തല ചായ്ക്കുവാൻ ഇടമില്ലായിരുന്നു എന്ന്. ഹല്ലേലൂയ. ആമേൻ. അതേ കുറുനരികൾക്ക് എന്തുണ്ട്? ഹല്ലേലൂയ. ആമേൻ. അതേ ലോകത്തിൽ പലർക്കും തല ചായ്ക്കാൻ ഇടയുള്ളപ്പോൾ മനുഷ്യപുത്രന് തല ചായ്പാൻ ഇടയില്ലെന്ന്. ഹല്ലേലൂയ. ആമേൻ. കർത്താവിന്റെ വേലയെന്ന് പറയുന്നത് ആമേൻ അതേ പട്ടുമത്തിയുടെ പുറത്തുള്ള സുഖലോകമായ ജീവിതമല്ല. ഹല്ലേലൂയ. ആമേൻ. അതേ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഇന്ന് രാത്രി എത്ര പേര് ആ വിചാരത്തോടായിരിക്കുന്നു? ഒരാമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. നമ്മിൽ യേശുക്രിസ്തുവിന്റെ അമാനുഷികമായ മഹത്വം, ആമേൻ, അതേ കഷ്ടപ്പാടുകൾ ഹല്ലേലൂയ അനുഭവിക്കുന്ന ഒരു ദൈവവൈദ്യന്റെ ജീവിതത്തിൽ ആമേൻ ഒരു മഹത്വം ഹല്ലേലൂയ അത് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിച്ച് ആമേൻ ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന ഒരു ദൈവ പൈതൽ ഹല്ലേലൂയ അവന്റെ ജീവിതത്തിലൂടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ ഒരു ദൈവ മക്കളെന്ന നിലയിൽ ഹല്ലേലൂയ ആമേൻ നമ്മുടെ കഷ്ടപ്പാടുകളിൽ അതേ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ആമേൻ അതേ പരാതിപ്പെടുകയും ചെയ്യുന്നതിന് പകരം ഹല്ലേലൂയ നമ്മളിൽ വെളിപ്പെടുന്ന ആ മഹത്വത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഹല്ലേലൂയ അങ്ങനെ ആമേൻ അതേ പ്രത്യാശയോടെ അതേ മുമ്പോട്ട് വചനം അതേ വിശ്വസിച്ച് ജീവിക്കുവാൻ തയ്യാറാകുകയും ചെയ്യുന്ന ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ എപ്പോഴും ആ ക്രിസ്തുവിലുള്ള സമാധാനം, ആ ക്രിസ്തുവിലുള്ള സന്തോഷം ഹല്ലേലൂയ അവന് ആഘോഷമാക്കത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവം അവൻ അനുകൂലമായി പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. അത് വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. ആമേൻ. അതേ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ യഥാർത്ഥമായി അനുഗമിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് നീ എങ്കിൽ ഹല്ലേലൂയ പലരും നിന്നെ ഒറ്റപ്പെടുത്താം, പലരും നിന്നെ അകറ്റി നിർത്താം, പലരും നിന്നെ ആമേൻ അതേ ചെറുതാക്കിയേക്കാം, പലരും നിന്നെ പരിഹസിച്ചേക്കാം. ഹല്ലേലൂയ. ആമേൻ. പലപ്പോഴും ക്രൂരമായ ആമേൻ അതേ അതേ ക്രൂരമായ അതേ അനുഭവങ്ങളിലൂടെ ഹല്ലേലൂയ അതേ ക്രൂരമായി ആമേൻ അതേ നിന്നെ പലരും പഴിച്ചേക്കാം. ഹല്ലേലൂയ. അതേ എബ്രായ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ ആമേൻ വിശ്വാസത്തിന്റെ നായകൻ ഹല്ലേലൂയ പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ഹല്ലേലൂയ. എന്താ യേശു ക്രിസ്തുവിനെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണുവാൻ കഴിയുന്നത്? ഹല്ലേലൂയ പലപ്പോഴും അവനെ പുച്ഛിച്ച് തള്ളുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ അവനെ പലരും അവോയ്ഡ് ചെയ്തതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ആമേൻ. ക്രൂശിൽ കിടക്കുന്ന സമയത്ത് അത് ഒരു കള്ളൻ അവന്റെ മുഖത്ത് നോക്കി അവനെ ചോദ്യം ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒരു തെറ്റും ചെയ്യാത്തവനെ ഹല്ലേലൂയ ആമേൻ ചമ്മട്ടി കൊണ്ട് അടിച്ചു. ഹല്ലേലൂയ തലയിൽ മുൾക്കിരീടം വെച്ചു, അവന്റെ രോമം പിഴുതെടുത്തു, ആമേൻ അവന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പി. ഹല്ലേലൂയ അവന്റെ കണ്ണത്ത് അടിച്ചു, അവന്റെ പുറം ഉഴവ് ചാല് പോലെ അടിച്ച് തകർത്തു. ഹല്ലേലൂയ. നോക്കണമേ ആമേൻ ഈ
യേശു കർത്താവിനെ ഹല്ലേലൂയ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് തന്റെ ദാസനിലൂടെ ദൈവസഭയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്ത അതേ ദൂതിങ്ങനെയാ, വിശ്വാസത്തിന്റെ നായകനാ. ഹല്ലേലൂയ. അവനെ അതേ വിശ്വാസത്തിന്റെ നായകനായതുകൊണ്ടും അവൻ പൂർത്തി വരുത്തുന്നവനുമായതുകൊണ്ടും അവനെ ശ്രദ്ധിച്ചു നോക്കുക. ഹല്ലേലൂയ. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ നോക്കണമേ, വീണും എഴുന്നേറ്റും വീണും എഴുന്നേറ്റും ചാട്ടവാറുകൾ കൊണ്ടുള്ള ആഞ്ഞ് അടി ഏറ്റ് തകർന്ന് ഉടഞ്ഞ തരിപ്പണമായവൻ ആ ഭാരമേറിയ ആ പൈമര കുരിശുമായി വീണും എഴുന്നേറ്റും വീണും എഴുന്നേറ്റും ആ ഗോൽഗോത്ത മലമുകളിലേക്ക് കയറുമ്പോൾ ഹല്ലേലൂയ, അവന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും, ഇന്ന് രാത്രി ഈ ലൈവിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ശ്രോതാവേ, മാതാവേ, പിതാവേ, കുഞ്ഞെ, അഭിഷക്തനെ, ഹല്ലേലൂയ, ആമേൻ, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ, ഹല്ലേലൂയ, നോക്കുക, ക്രിസ്തുവിൽ വെളിപ്പെടുവാനുള്ള ആ തേജസ്, ഹല്ലേലൂയ, തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് ആമേൻ അവൻ അപമാനം അലക്ഷ്യമാക്കി. ഇന്ന് രാത്രി നിന്റെ വീട്ടിലുള്ളവർ ഒരു പക്ഷേ നിന്നെ അപമാനിച്ചേക്കാം. നിന്റെ കൂട്ടത്തിൽ അതേ മുങ്ങിപ്പൊങ്ങി ദൈവസഭയുടെ അംഗമായി ഒരു പായിലിരുന്ന് ആരാധിച്ചവർ ഒരു പക്ഷേ നിന്നെ അപമാനിച്ചേക്കാം. ഹല്ലേലൂയ. കൂടെ ഇരുന്ന് അന്തിവിരുന്ന് അതേ പങ്കിട്ടവനാ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്തത്. ഒരു പക്ഷേ അതേ നിർണായക ഘട്ടത്തിൽ ദൈവ പൈതലേ നിന്നെയും ഒറ്റിക്കൊടുത്തേക്കാം. ഹല്ലേലൂയ. എന്നാൽ ഇതൊന്നും ആമേൻ ആ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നിരുത്സാഹപ്പെടുത്തിയില്ല. കാരണം തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് ഇന്ന് രാത്രി എത്ര പേർക്ക് അതേ നമ്മിൽ വെളിപ്പെടുവാനുള്ള ആ തേജസ്സിനെ കുറിച്ച് ഓർക്കുവാൻ, ആ മഹത്വത്തെ കുറിച്ച് ഓർക്കുവാൻ കഴിയുന്നുണ്ട്. അയ്യോ, കഷ്ടമാണ്, വേദനയാണ്, പ്രതികൂലമാണ്, ഒറ്റപ്പെടുത്തലാണ്, ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയുന്നില്ലേ? ഓ, ശരീരമാസകലം ആമേൻ വേദനയാണ് എന്ന് പറഞ്ഞ് ഒതുങ്ങിയിരിക്കാതെ ഇന്ന് രാത്രി അതേ ആ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ ഒന്ന് നോക്കിക്കേ. ഹല്ലേലൂയ. ആമേൻ. ജനിച്ചപ്പോൾ തന്നെ, ആമേൻ എന്ന് പറഞ്ഞാൽ ഉദരത്തിൽ ഉരുവായപ്പോൾ തന്നെ ആമേൻ ദുഷ്ടൻ ആലോചനയുമായി ചെന്നു അവനെ വളർത്തുവാൻ ദൈവം ആക്കിയ യോസേഫിന്റെ കാതിൽ മന്ത്രിച്ചു ഉപേക്ഷിക്കാൻ. ഹല്ലേലൂയ. പുറം ലോകം കാണുന്നതിന് മുമ്പ് തന്നെ ആമേൻ ഒഴിവാക്കുവാൻ ആലോചന കൊടുത്ത ദുഷ്ട പിശാച് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആമേൻ, മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, ഈ അമ്മയുടെ ആമേൻ ഗർഭപാത്രത്തിനകത്ത് ഉരുവാകുന്ന സമയം തൊട്ടേ ആമേൻ അവനെ ഒതുക്കാൻ നോക്കിയ ദുഷ്ട പിശാച് അവൻ പുറത്തു വന്നപ്പോൾ തന്നെ അവനെ അതേ ഓടിക്കാൻ നോക്കി, തലചായ്ക്കാൻ ഇടം കൊടുത്തില്ലെന്ന്. ഹല്ലേലൂയ. അവൻ ആമേൻ അതേ തച്ചന്റെ മകൻ, അവൻ ഹല്ലേലൂയ മറിയയുടെ മകൻ, ഹല്ലേലൂയ, അവൻ ഹല്ലേലൂയ ആമേൻ അതേ ആക്ഷേപങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി. ഇന്ന് രാത്രി നിന്നെ കാണുന്നവൻ ഒരു പക്ഷെ കാർക്കിച്ച് തുപ്പിയേക്കാം, ഒരു പക്ഷേ നിന്നെ മുഖം തിരിച്ച് കളഞ്ഞേക്കാം, ഒരു പക്ഷേ നിന്നെ ആക്ഷേപിച്ചേക്കാം, ഹല്ലേലൂയ, ഒരു പക്ഷേ നിന്നെ ചോദ്യം ചെയ്തേക്കാം, ഹല്ലേലൂയ, അതേ വലിച്ചിഴച്ചേക്കാം, ഹല്ലേലൂയ. എന്നാൽ അവിടെയൊന്നും തീർന്നു പോകുന്നവനല്ല. അവന്റെ മേൽ വ്യാപരിക്കുന്ന കൃപ, അവന്റെ മേൽ പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകം അനേകരെ സൗഖ്യമാക്കുവാൻ ഉതകുന്നതാ, അനേകരെ ഉയർപ്പിക്കുവാൻ ഉതകുന്നതാ, അനേകരെ നിത്യതയ്ക്ക് വേണ്ടി വേർതിരിക്കുവാൻ ഉപകരിക്കപ്പെടുന്നതാ. ആമേൻ. അനേകരെ സൗഖ്യമാക്കുന്നതാ, ആശ്വാസമായി തീരുവാൻ ദൈവം ആക്കി വെച്ചിരിക്കുന്ന അഭിഷക്തനെ പരിഹസിച്ചവരുടെ മുമ്പിൽ, അഭിഷക്തനെ ഒതുക്കാൻ നോക്കിയവരുടെ മുമ്പിൽ ഉയർപ്പിന്റെ പൊൻപുലരിയിൽ ആമേൻ റോമൻ ഇമ്പീരിയൽ മുദ്രയെ ഭേദിച്ച് ആമേൻ സ്വർഗത്തിൽ നിന്ന് ദൂതനെ ഇറക്കി കല്ലുരുട്ടി മാറ്റി. ലോകം കാണെ കാലഘട്ടത്തെ AD എന്നും BC എന്നും രണ്ടായി തിരിച്ചുകൊണ്ട് ചരിത്രത്തിന്റെ സാക്ഷിയാക്കി അതേ നസറേത്തുകാരനായ യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം ഉയർപ്പിച്ചെങ്കിൽ ആ
ഉയർപ്പിന്റെ ശക്തിയിൽ വിശ്വസിക്കുന്ന ദൈവ മക്കൾ, ആമേൻ, ഇന്ന് രാത്രി ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ ദൈവ പൈതലേ, ആമേൻ, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ, ഹല്ലേലൂയ, ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് എണ്ണിക്കൊണ്ട്, ആമേൻ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിന്റെ മുഖത്തേക്ക് നോക്കി, ഹല്ലേലൂയ, തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും, ഹല്ലേലൂയ, സഹിക്കുവാനുള്ള കൃപ. മടുത്തു പാസ്റ്ററേ, മടുത്തു. എത്രയാണ് ഞാൻ സഹിക്കുന്നത്? എൻ്റെ മക്കളെ കൊണ്ട് മടുത്തു, എൻ്റെ ഭർത്താവിനെ കൊണ്ട് മടുത്തു, എൻ്റെ ഭാര്യയെ കൊണ്ട് മടുത്തു, എൻ്റെ സ്നേഹിതന്മാരെ കൊണ്ട് മടുത്തു. ആമേൻ, മടുത്തു എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയാകാത്ത വിധത്തിൽ, ജയിച്ചു എന്ന് പറയത്തക്ക വിധത്തിൽ മുൻപോട്ട് ചുവടുകളെ വെച്ച് അതേ പോകുവാൻ ഉതകുമാറ് അതേ അപമാനം, ഹല്ലേലൂയ, ആമേൻ, അലക്ഷ്യമാക്കി. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് അപമാനം അലക്ഷ്യമാക്കുവാൻ ഇടയായി തീർന്നത്? തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്തു. ഹല്ലേലൂയ. പ്രത്യാശയാകുന്ന ക്രിസ്തു, ഹല്ലേലൂയ, മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു, ഹല്ലേലൂയ, അകത്ത് വസിക്കുന്നവർ ഇന്ന് രാത്രി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. അത് ക്രൂശിനെ സഹിക്കുകയും സിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. തീർന്നു പോയില്ലെന്നേ, തീർന്നു പോയില്ലെന്നേ. ഇന്ന് രാത്രി നീ തീർന്നു പോകുവാൻ ദൈവം അനുവദിക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ. നഷ്ടപ്പെട്ട ആത്മാക്കളെ, ആമേൻ, അത് ദൈവത്തിന്, ആമേൻ, കാണുകയും, ഹല്ലേലൂയ, വിളവെടുക്കുകയും ചെയ്യുന്നതിന്റെ സന്തോഷവും അതേ മഹത്വവുമാണ്, ആമേൻ, അവനിലൂടെ അതേ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ഏതനിൽ ദൈവത്തിൽ നിന്നും അന്യപ്പെട്ടു പോയ, അകന്നു പോയ, പ്രലോഭനത്തിനകത്ത് കുടുങ്ങി ദൈവ തേജസ് നഷ്ടപ്പെട്ട് ആ ദൈവിക കൂട്ടായ്മ ബന്ധം വിച്ഛേദിച്ച, അതേ നിലത്തെ മണ്ണുകൊണ്ട് തന്നെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും കൊടുത്ത് അണിയിച്ചു നിർത്തിയ മനുഷ്യന്റെ മൂക്കിൽ ജീവശ്വാസമൂതി ജീവനുള്ള ദേഹിയാക്കി അവൻ ഒറ്റയ്ക്കായിരിക്കുന്നത് നല്ലതെന്ന് കണ്ടിട്ട് തക്കതായ തുണയെ കൊടുത്ത് കൂട്ടുകൂടി ഇമ്പമായി വാഴേണ്ട ഭൂമിയിലെ സ്വർഗമായ ഭവനത്തിലെ സന്തോഷത്തെ ഊതിക്കെടുത്ത് ദുഷ്ടപിശാചിന്റെ അതേ ആ പദ്ധതിയെ തകർത്ത്, ആമേൻ, തമ്പുരാന്റെ പദ്ധതിയുടെ ഭാഗമാക്കി കൈപിടിച്ചുയർത്തി കൊണ്ടുവന്നിരിക്കുന്ന മനുഷ്യനെ, ഹല്ലേലൂയ, ആമേൻ, അത് തന്റെ മക്കളെ, ഹല്ലേലൂയ, അവൻ മുൻകണ്ടു. ആരിലൂടെ? ക്രിസ്തുവിലൂടെ. ഹല്ലേലൂയ. ആമേൻ. നഷ്ടപ്പെട്ട ആത്മാക്കളെ, ഹല്ലേലൂയ, ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാൻ, ഹല്ലേലൂയ. അല്ലെങ്കിൽ ആ ഒരു കർഷകൻ അത് വിത്ത് വിതച്ചിട്ട് ആ വിത്ത് വിളഞ്ഞ് വിളവെടുക്കുന്നത് വരെ അവൻ നിരീക്ഷിച്ച് അതിന് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുത്ത് ആ വിളവ് കൊയ്തെടുക്കുന്നത് പോലെ ക്രിസ്തുവിലൂടെ ദൈവം തന്റെ മക്കളെ, ഹല്ലേലൂയ, നിത്യതയ്ക്ക് വേണ്ടി കൊയ്തെടുക്കുന്ന ഒരനുഭവം. ഹല്ലേലൂയ. ആമേൻ. പ്രിയമുള്ളവരെ, ക്രിസ്തു യേശുവിന്റെ കഷ്ടപ്പാടുകൾ, ആമേൻ, സ്വീകരിക്കുന്നതിനുള്ള ഈ മനോഭാവം, ആമേൻ, നമ്മളിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. ആമേൻ. കാരണം കഷ്ടപ്പാടുകൾ എന്നേക്കുമായി നിലനിൽക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതേ അല്പ നേരത്തേക്ക് മാത്രം. അല്പനേരം എന്ന് വെച്ചാൽ, ആമേൻ, ദൈവം വെച്ചിരിക്കുന്ന സമയം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കിക്കേ. ആമേൻ. 33.5 തിരുവയസ്സ് വരെ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നുവെങ്കിലും 3.5 വർഷത്തെ, ആമേൻ, അതേ ശുശ്രൂഷ കാലയളവിൽ, ഹല്ലേലൂയ, ആമേൻ, അവൻ ഏറ്റവും ഒടുവിലായി അഭിമുഖീകരിച്ച ആ കട്ടതയ്ക്കകത്ത് നിന്ന് 3 നാൾ കഴിഞ്ഞപ്പോൾ അത് ഒരു ഉയർപ്പ്, ഹല്ലേലൂയ, ഒരു മഹത്വം തന്നിലൂടെ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്, ആമേൻ, ലേഖനം എഴുതുവാൻ ആത്മാവിൽ നിയോഗം പ്രാപിച്ചെഴുതിയത്. ആമേൻ. നൊടി നേരത്തേക്കുള്ള കഷ്ടം. ഹല്ലേലൂയ. നമ്മൾ വെളിപ്പെടുവാനിരിക്കുന്ന തേജസ് വിചാരിച്ചാൽ, ഹല്ലേലൂയ, അതേതുമില്ല എന്ന് എണ്ണിക്കൊണ്ട് മുമ്പോട്ട് പോകുവാൻ ഉതകുമാറ് ഒരു ദൈവ പൈതലിനെ ഇടയാക്കുന്ന, ശക്തീകരിക്കുന്ന ജീവന്റെ വചനം ഇന്ന് രാത്രി അതേ വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ആമേൻ. അതെ, നമ്മളുടെ ജീവിതത്തിൽ സഹിക്കുവാൻ കഴിയാത്ത ഒരു പരീക്ഷയും ദൈവം അനുവദിക്കത്തില്ല. റോമാലേഖനം 8-18 നമ്മളിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലങ്ങളിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? എണ്ണുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ നമുക്കൊരു സന്തോഷം, ഒരു സമാധാനം, ഒരു സമൃദ്ധി, ഹല്ലേലൂയ, ആത്യന്തികമായ ആമേൻ ഒരു നിത്യത, ആമേൻ, അതെ, നമുക്ക് ലഭിക്കുവാൻ തക്കവണ്ണം ഇടയാകേണ്ടതിന്, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി ഒരു പാപവും ചെയ്യാത്തവനെ, ഒരു തെറ്റും ചെയ്യാത്തവനെ കാൽവറിയിൽ തകർക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ആമേൻ, നമുക്ക് ഈ ലോകം നൽകാത്ത സമാധാനം അനുഭവിക്കുവാൻ, സന്തോഷം അനുഭവിക്കുവാൻ, ഹല്ലേലൂയ, ഒരു സമൃദ്ധി അനുഭവിക്കുവാൻ, ഒരു ആത്യന്തികമായ നിത്യത, സ്വർഗം, അത് നമുക്ക് ലഭിക്കുവാൻ തക്കവണ്ണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുകയാ. ഇന്ന് രാത്രി പ്രത്യാശയുള്ളവർ, സന്തോഷമുള്ളവർ, ആ ക്രിസ്തുവിലൂടെയുള്ള സമാധാനം, അതേ സന്തോഷം, സമൃദ്ധി, ആത്യന്തികമായ സ്വർഗം, നിത്യത, ആമേൻ, അതേ ഓർത്ത്, അതേ ദൈവത്തെ സ്തുതിക്കുവാൻ അതേ പ്രാപ്തിയുള്ളവർ, സന്തോഷമുള്ളവർ ഇന്ന് രാത്രി അതരങ്ങളെ തുറന്ന് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആമേൻ. ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരോ, ഹല്ലേലൂയ. പൗലോസ് വളരെയധികം കർത്താവിന്റെ വേലയുടെ മുഖത്തായിരുന്നപ്പോൾ ആമേൻ താൻ കഷ്ടം അനുഭവിച്ചത് എണ്ണി എണ്ണി പറയുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരോ, ആമേൻ, ഞാൻ ബുദ്ധിഭ്രമമായി സംസാരിക്കുന്നു, ഞാൻ അധികം, ഹല്ലേലൂയ, ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, ആമേൻ, അധികം പ്രാവശ്യം തടവി. ഞാൻ എത്രത്തോളം ക്രിസ്തുവിനു വേണ്ടി ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുവാൻ ഇടയായി തീർന്നിട്ടുണ്ടോ അത്രത്തോളം പ്രതികൂലങ്ങൾ എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, ഹല്ലേലൂയ, അനവധി അടികൊണ്ടു, പലപ്പോഴും ഭയത്തിലായി, ഹല്ലേലൂയ. പക്ഷേ അവിടെ ഒന്നും പരാജയപ്പെട്ടു പോകുവാൻ ദൈവം സമ്മതിച്ചില്ല. ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, മാതാവേ, പിതാവേ, കുഞ്ഞെ, നീ ഏത് രാജ്യത്തായിരുന്നോട്ടെ, നീ ഏത് ഭവനത്തിലായിരുന്നോട്ടെ, നീ ഏത് സംസ്ഥാനത്തിലുമായിരുന്നോട്ടെ, ആമേ, നീ ഒരു ശുശ്രൂഷക്കാരനാണോ, നീ ഒരു ശുശ്രൂഷക്കാരിയാണോ, നിനക്കെതിരെ വെല്ലുവിളിയുണ്ട്, നിനക്കെതിരെ പോരാട്ടമുണ്ട്. ആ പോരാട്ടത്തിലേക്ക് നീ കാലെടുത്ത് വെക്കുമ്പോൾ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ പലരും പോരാട്ടം കണ്ട് പിന്മാറിപ്പോയേക്കാം, പലരും ഓടി മാറിയേക്കാം. എന്നാൽ പോരാട്ടത്തിനകത്തേക്ക് കാലെടുത്ത് വെക്കുന്ന നിന്നെ ശക്തീകരിക്കുവാൻ, അതേ, പോരാടി ജയിച്ചവൻ കൂടെയുണ്ടെന്ന് തിരിച്ചറിവുള്ളവൻ ഇന്ന് രാത്രി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. അമ്മേ, ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു. ഹല്ലേലൂയ. സുവിശേഷീകരണത്തിനു വേണ്ടി, ദൈവസഭയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി, അതേ, നശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കളെ നിത്യതയ്ക്ക് വേണ്ടി ഉരുവാക്കുവാൻ ഏറ്റവും അധികം അധ്വാനിച്ച പൗലോസ്ലീഹ പറയുകയാണ്, ഞാൻ അധ്വാനിച്ചപ്പോൾ ആ അധ്വാന ഭാരത്താൽ ഞാൻ തകർന്നു പോകാതിരിക്കേണ്ടതിന് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവേ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ കർത്താവ്, ആമേൻ, ഞാൻ അധ്വാനിക്കും തോറും എനിക്കെതിരെ പോരാടുന്ന അന്ധകാര മണ്ഡലങ്ങളോട് പൊരുതി ജയിക്കുവാൻ ഉതകമാറ് ഉയരത്തിലെ ശക്തിയാൽ എന്നെ നിറച്ച്, അത് ദൈവം എനിക്ക് ഈ ഭൂമിയിൽ വെച്ചിരുന്ന സമയം വരെ ഓടുവാൻ തക്കവണ്ണം എന്നെ പ്രാപ്തിയുള്ളവനാക്കി മാറ്റിയ ദൈവം അത് എന്നോട് കൂടെ ഇരുന്നു. ഹല്ലേലൂയ. അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ട് പലപ്പോഴും പ്രാണഭയത്തിലായി. ഇന്ന് രാത്രിയിലും ആമേൻ, കർത്തൃവേല നിമിത്തം, ദൈവരാജ്യ നിമിത്തം, അതേ, സുവിശേഷ നിമിത്തം പ്രാണഭയത്തിലാകുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നീ ഒറ്റയ്ക്കല്ല, തിരിച്ചറിയണം. ആമേൻ. നൊടി നേരത്തേക്കുള്ള കഷ്ടം, ഹല്ലേലൂയ, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഇതൊന്നും ഒരു വലിയ കാര്യമായി കാണാതെ, ആമേൻ, ആ
ക്രിസ്തുവിലൂടെയുള്ള സമാധാനം, ക്രിസ്തുവിലുള്ള ആ നിത്യത, ഹല്ലേലൂയ, വലുതായി കാണുന്നവർ ആവലാതി പറഞ്ഞു ഒതുങ്ങി പോകത്തില്ല. ആമേൻ. യഹൂദരാൽ ഞാൻ ഒന്ന് കുറയെ 40 അടി 5 വട്ടം കൊണ്ടു. ഹല്ലേലൂയ. നോക്കണമേ, ലോകത്തിൽ വലിയ ശക്തിയായി നിൽക്കുന്ന അതേ യഹൂദരാൽ ഞാൻ ഒന്ന് കുറയെ 40 അടി 5 വട്ടം കൊണ്ടു. ഒരു പക്ഷെ സ്വന്തക്കാരാലോ, ഒരു പക്ഷെ അയൽവക്കക്കാരാലോ, ഒരു പക്ഷെ കൂടപ്പറപ്പിനാലോ ആമേൻ അത് അടി ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആമേൻ വെളിപ്പെടുവാനുള്ള തേജസ് വലുതായി കണ്ട് ആമേൻ അതെ അപമാനം അലക്ഷ്യമാക്കി മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അതെ ചുവട് വെച്ച് അതെ നമ്മുടെ നായകനെ പോലെ, നമ്മുടെ കർത്താവിനെ പോലെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് അതെ ചുവട് വെക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം അവനെ ശക്തീകരിച്ചു. 3 വട്ടം കോലിനാൽ അടി കൊണ്ടു. ഹല്ലേലൂയ. ഒരിക്കൽ കല്ലേറ് കൊണ്ട് 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു. ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ആമേൻ. കർത്തൃ വേലയിലായിരിക്കുന്ന അഭിഷക്തന്മാരെ, സുവിശേഷം നിമിത്തം, ദൈവരാജ്യ നിമിത്തം, ദൈവനാമം നിമിത്തം ആമേൻ ഈ കഷ്ടം സഹിക്കേണ്ടി വന്നെങ്കിൽ, വേദനപ്പെടേണ്ടി വന്നെങ്കിൽ, നോക്കിക്കേ, കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു. നീ സഞ്ചരിച്ച വാഹനം ഒരു പക്ഷേ ആക്സിഡന്റിൽ അകപ്പെട്ടേക്കാം. എന്നാൽ അതിനകത്ത് തീർന്നു പോകുവാൻ അനുവദിക്കാതെ അതിനകത്ത് നിനക്ക് നീക്കുപോക്ക് നൽകി നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാ. അവ എല്ലാത്തിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നുവെന്ന നോക്കിക്കേ. ആമേൻ. പൗലോസിന്റെ ജീവിതത്തിൽ അതെ 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു. സഹോദര സഹോദരി, നീ കുടുംബമായി സഞ്ചരിച്ചപ്പോൾ, നീ ഒറ്റയ്ക്ക് സഞ്ചരിച്ചപ്പോൾ എത്രയോ പ്രാവശ്യം അതെ നിന്റെ വാഹനം തകർന്നു പോകത്തക്ക വിധത്തിൽ അത് എന്റെ ജീവിതത്തിൽ അനുഭവമുണ്ട്. പല ആവർത്തി ആമേൻ ആക്സിഡന്റുകൾ, അതെ ഞാൻ ഓടിച്ച വാഹനത്തിന് നേരെ മറ്റു വാഹനങ്ങൾ വന്ന് തട്ടിത്തെറിപ്പിച്ച അനുഭവങ്ങൾ പറയുവാനുണ്ട്. ഒരിക്കൽ മലപ്പുറത്തൂടെ ഞാനും എന്റെ ഒരു സുഹൃത്തും കൂടെ ബൈക്കിൽ വരുമ്പോൾ എതിരെ വന്ന് ആമേൻ ഒരു കാറ് ഞങ്ങളെ അടിച്ചു തെറിപ്പിച്ചു. ഹല്ലേലൂയ. അവിടെയുള്ള ആമേൻ അതെ തലശ്ശേരിയില് ഒരു വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആമേൻ അതെ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതായി വന്നു. ഹല്ലേലൂയ. ഒരിക്കൽ ഞാനും എന്റെ സുഹൃത്തും കൂടെ ആമേൻ വയനാട്ടിൽ നിന്ന് ചുരമിറങ്ങി വരുമ്പോൾ ആമേൻ വാഹനം നിയന്ത്രണം വിട്ട് അതെ കൊക്കയിലേക്ക് വീണു. ആമേൻ. അവിടെയും അത്ഭുതകരമായി ദൈവം ഞങ്ങളെ സൂക്ഷിച്ചു. ആമേൻ. എന്റെ ചെറുപ്രായത്തിൽ എന്റെ മാതാവും പിതാവും എന്റെ താഴെയുള്ള സഹോദരങ്ങളുമായി ഒരു സൺഡേ ആരാധന കഴിഞ്ഞ് ഒരു മലയുടെ മുകളിൽ നിന്ന് ജീപ്പുമായി ഇറങ്ങി വരുമ്പോൾ ജീപ്പ് നിയന്ത്രണം വിട്ട് ഒരു കൊക്കയിലേക്ക് മറിഞ്ഞു. ആമേൻ. എന്റെ മമ്മിയുടെ പല്ല് മുഴുവൻ തകർന്നു പോയി. ഇന്ന് വെപ്പുമല്ല വെച്ചിരിക്കുന്നത്. പക്ഷേ ആ വലിയ അനർത്ഥത്തിനകത്ത് നിന്നു ദൈവം ഞങ്ങളെ സൂക്ഷിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നോക്കിക്കേ. ആമേൻ. ഇവിടെ ഭക്തൻ പറയുകയാണ് 3 വട്ടം കപ്പൽ ഛേദത്തിൽ ആമേൻ അകപ്പെട്ടു. ഹല്ലേലൂയ. ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ആമേൻ. കഴിഞ്ഞ 2 വർഷം ഇപ്പോഴും ആമേൻ കേരളം അഭിമുഖീകരിക്കുന്ന ഒരു വിഷയമാണ് പ്രളയം. ഹല്ലേലൂയ. ആമേൻ. ഉൽപ്പത്തി പുസ്തകത്തിനകത്തൊരു പ്രളയത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഒരു പ്രളയത്താൽ ഇനി ഭൂമിയെ നശിപ്പിക്കത്തില്ലെന്ന് നാഥൻ വാക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നോക്കിക്കേ, അവിടുവിടങ്ങളായി ചില പ്രളയങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഭൂമി മുഴുവനും അങ്ങനെ നശിപ്പിക്കത്തില്ലെന്ന ഉടയവൻ പറഞ്ഞിരിക്കുന്നത്. ആമേൻ. അല്പകഷ്ടം, അല്പവേദന, അല്പപ്രയാസം ഒക്കെ അഭിമുഖീകരിക്കേണ്ടി വന്നെങ്കിലും ആമേൻ നോക്കി നേരത്തേക്കുള്ള കഷ്ടം. ഹല്ലേലൂയ. നോക്കിക്കേ, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ അപമാനം അലക്ഷ്യമാക്കി മുമ്പിൽ വെച്ചിട്ടുള്ള സന്തോഷം ഓർത്ത് ഇന്ന് രാത്രി എത്ര പേർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. ഹല്ലേലൂയ. നദികളിലെ ആപത്ത്, ആമേൻ, അത് വെള്ളം നിന്നെ മുക്കത്തില്ല. ആമേൻ. നദി നിന്റെ മേൽ കവിയത്തില്ല. ഹല്ലേലൂയ. കള്ളന്മാരാലുള്ള ആപത്ത്, ആമേൻ, അതെ, പലപ്പോഴും നമ്മൾ യാത്ര ചെയ്യുന്ന വേളകളിൽ ആമേൻ പലരും നമ്മുടെ നന്മ അപകരിച്ച് പോകാറുണ്ട്. എന്നാൽ പൗലോസ് പറയുകയാണ്, കള്ളന്മാരാലുള്ള ആപത്ത്, ആമേൻ, അതെ, സ്വജനത്താലുള്ള ആപത്ത്, ആമേൻ. ഹല്ലേലൂയ. ദാവീദ് പറഞ്ഞു, എന്റെ അപ്പനും അമ്മ എന്നെ ഉപേക്ഷിച്ചു, ആമേൻ, അതെ, മറ്റാരായിരുന്നെങ്കിലും എനിക്ക് ക്ഷമിക്കാമായിരുന്നു. ഇന്ന് രാത്രിയിലും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോ ആരോ പറയുന്നു, ആമേൻ, ഇതെന്റെ അനുഭവമാണ്. സ്വജനത്താൽ
ജാതികളാലുള്ള ആപത്ത്, ഹല്ലേലൂയ, ജാതികളാലുള്ള ആപത്ത്, ഹല്ലേലൂയ, പട്ടണത്തിലെ ആപത്ത്. നീ ഒരു ബിസിനസ് പട്ടണത്തിൽ തുടങ്ങിയാൽ ആമേൻ, ആ പട്ടണത്തിൽ നിന്റെ ബിസിനസ്സിനെതിരെ ആമേൻ ചില അതെ ബുദ്ധിമുട്ടുകൾ നീ അനുഭവിക്കുക. നോക്കിക്കേ, പട്ടണത്തിലെ ആപത്ത്, ഹല്ലേലൂയ. ആമേൻ, നീ കാട്ടിൽ പോയാൽ അവിടെയും ആപത്ത്. ദാവീദിനോട് ചോദിച്ച ദാവീദ് പറയും, ആർക്കും ശല്യമില്ലാതെ ഞാൻ കാട്ടില് ആടിനെ മേയിച്ച് നടന്നപ്പോ ഒരിക്കൽ ഒരു കരടി വന്നു, ഒരിക്കൽ ഒരു സിംഹം വന്നു. ആരെയും ഒരു ബുദ്ധിമുട്ടിക്കാതെ ഒതുങ്ങിപ്പൊക്കോളാമെന്നോർത്ത് നീ കാട്ടിൽ ചെന്നാൽ അവിടെയും നിനക്ക് ആപത്താ. ആമേൻ, അവിടെ ചില പാമ്പുകൾ വന്ന് നിന്നെ ആക്രമിക്കുകയാ. പൗലോസ് പറയുക, ആമേൻ, എവിടെ ചെന്നാലും എനിക്ക് പ്രതികൂലമാ. നോക്കണമേ, എല്ലാം വിട്ടു സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ ഉടയവനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ആമേൻ അതെ എല്ലാം ആമേൻ വലിച്ചെറിഞ്ഞ് ചപ്പന്നും ചവറന്നും എണ്ണിയിട്ട് പിടിക്കാമെന്നോ വെച്ച് മുമ്പിലുള്ള ലാക്കിലേക്ക് ഓടുന്ന അഭിഷക്തൻ പറയുകയാണ്, എന്റെ ജീവിതത്തിൽ ഇതെല്ലാം സഹിക്കേണ്ടി വന്നപ്പോ എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷത്തെ ഓർത്ത് ഇതെല്ലാം ഞാൻ അലക്ഷ്യമാക്കി ഓടി. ഹല്ലേലൂയ. ഇന്ന് രാത്രി സന്തോഷമുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, ഹല്ലേലൂയ, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്. ആമേൻ. ഒരിക്കൽ ആമേൻ ഞങ്ങൾ പാർക്കുന്ന വീടിന്റെ മകളില് ആമേൻ ഉപയോഗശൂന്യമായ ആമേൻ അതെ കുറച്ച് പ്ലാസ്റ്റിക് ആമേൻ ചെയറുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ആമേൻ പ്രഭാതത്തിൽ അതിപുലർച്ചെ സമയത്ത് ഒരു കള്ളം കയറി അതൊക്കെ തല്ലിപ്പൊട്ടിച്ച് ആമേൻ നാശകോശമാക്കി. നോക്കിക്കേ, ആമേൻ, പലപ്പോഴും പല അനുഭവങ്ങൾ നമുക്ക് പറയാനുണ്ട്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ ജീവിതത്തിൽ എത്ര അനുഭവങ്ങളാ. ഹല്ലേലൂയ. അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കളപ്പ്, പൈതാഹം, പട്ടിണി. ആമേൻ അതെ, പലവട്ടമാ പട്ടിണി, ഒരു ദിവസമൊന്നുമല്ല കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് രാത്രി സുവിശേഷ വേല എന്ന് പറയുന്നത് ആമേൻ അതെ ഇച്ചിരി കഷ്ടവും പ്രയാസവും ദുഃഖവും ദുരിതവും ഒക്കെ നിറഞ്ഞതാ. ആമേൻ അതെ, പാട്ടുപാടി ആമേൻ ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾക്ക് ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തീശു നായകൻ കൂട്ടാളിയാണേ. അതേ, ഭക്തന്മാർ എഴുതിയ അർത്ഥവത്തായ പാടുകൾ പാടി ദൈവനാമ മഹത്വത്തിന് ജീവിച്ച അനേക അഭിഷക്തന്മാർ അത് ജീവിച്ച് സാക്ഷ്യം വഹിച്ച ഈ ആമേൻ പോർക്കളത്തിൽ ഹല്ലേലൂയ ഈ കാലഘട്ടങ്ങളിൽ സുവിശേഷത്തിന്റെ വക്താക്കളായി നിൽക്കുവാൻ കൃപ ലഭിച്ച അഭിഷക്തന്മാരെ, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹയുടെ മിഷണറി യാത്രയിൽ സ്ഥാപിക്കപ്പെട്ട ദൈവസഭയെ ഉറപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് തന്നെ നടത്തിയ വിധങ്ങളെ കുറിച്ച് ആത്മാവിൽ നിയോഗം പ്രാപിച്ച് എഴുതിയ വരികളാ നമ്മൾ ഇന്ന് രാത്രി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത. ഹല്ലേലൂയ. ഇന്നത്തെ തലമുറയ്ക്ക് ആമേൻ എന്താ ഉടുക്കേണ്ടതെന്നറിയത്തില്ല, എന്താ കഴിക്കേണ്ടതെന്നറിയത്തില്ല. അത്രമാത്രം സമൃദ്ധിയുടെ സുവിശേഷം. ഹല്ലേലൂയ. ആമേൻ എല്ലാം നല്ലതാ. പക്ഷേ പൗലോസ്ലീഹ പറയുകയാണ്, ഹല്ലേലൂയ, എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചത് കൂടാതെ എനിക്ക് ദിവസേനെ സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കുമുണ്ട്. ഹല്ലേലൂയ. നോക്കുക, തന്റെ മിഷണറി യാത്രയിൽ താൻ സുവിശേഷം അറിയിച്ചത് നിമിത്തം ഉരുവാക്കപ്പെട്ട ദൈവസഭയെ കുറിച്ചുള്ള ചിന്താഭാരം. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർക്ക്, എത്ര അഭിഷക്തന്മാർക്ക് ഹല്ലേലൂയ ചിന്താഭാരമുണ്ട്? ആമേൻ. സുവിശേഷം പറഞ്ഞ് രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന ദൈവമക്കളെ കുറിച്ച് എത്ര പേർക്ക് ചിന്താഭാരമുണ്ട്? ഹല്ലേലൂയ. ഡോക്ടേഴ്സ് ആമേൻ ആശുപത്രി മാറിപ്പോകുന്നത് പോലെ, ഗവൺമെന്റ് ജോലിയിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ വില്ലേജ് മാറിപ്പോകുന്നത് പോലെ, കളക്ടറേറ്റ് മാറിപ്പോകുന്നത് പോലെ, ആമേൻ അതെ പോലീസ് സ്റ്റേഷൻ മാറിപ്പോകുന്നത് പോലെ, ആമേൻ അതെ 2 വർഷമോ 3 വർഷമോ ആമേൻ ഇരുന്നിട്ട് സഭ മാറിപ്പോകുന്ന ആമേൻ ഒരു സമ്പ്രദായമാ ഇന്ന് നമുക്ക്
കാണുവാൻ കഴിയുന്നത്. എന്നാൽ പൗലോസ്ലീഹ പറയുകയാണ്, ഞാൻ സ്ഥാപിക്കപ്പെട്ട എന്റെ മിഷണറി യാത്രയിൽ ഉരുവാക്കിയ സഭയെ കുറിച്ചുള്ള ചിന്താഭാരമെന്ന തിരക്കും എനിക്കുണ്ട്. ഇന്നത്തെ തിരക്കെന്താ? ഹല്ലേലൂയ, ആമേൻ. ഒരു വ്യക്തിയെ സുവിശേഷം പറഞ്ഞ് വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവർ നിമിത്തം ആമേൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നവര് ആമേൻ ഉള്ള ഒരു ചിന്താഭാരം അതേ പൗലോസിനുണ്ടായിരുന്നുവെന്ന്. ഹല്ലേലൂയ, ആമേൻ. ഈ കൊറോണ കാലത്ത് ഹല്ലേലൂയ, ആമേൻ, രക്ഷിക്കപ്പെട്ട ദൈവമക്കള് കഴിച്ചോ ഉടുത്തോ എങ്ങനെ ഇരിക്കുന്നു? അയ്യോ, തിരക്കല്ലേ. ഹല്ലേലൂയ. സ്നായിരിക്കുന്ന പൗലോസ് പറയുകയാണ്, പലവട്ടം പട്ടിണി കടന്നു, പൈതാഹമാണ്. ആമേൻ. എടുത്തു പറയുവാൻ ഒത്തിരി. ആമേൻ. അതെ, ചന്തയ്ക്ക് പോകുമ്പോൾ അതേ ലിസ്റ്റ് എഴുതുന്നത് പോലെ ഒരു വലിയ ലിസ്റ്റാ നമുക്കിവിടെ കാണുവാൻ കഴിഞ്ഞത്. ആമേൻ. അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കളപ്പ്, പൈതാഹം, പട്ടിണി. ആമേൻ. അത് പലവട്ടം പട്ടിണി. ആമേൻ. ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചു. കൂടാതെ ആമേൻ, ഇത് കൂടാതെ എനിക്ക് ദിവസേന സർവ സഭകളെയും കുറിച്ചുള്ള ചിന്താഭാരമെന്ന തിരക്കും ഉണ്ട്. ഹല്ലേലൂയ. ആ ബലഹീനനായിട്ട് ഞാൻ ബലഹീനനാകാതെ ഇരിക്കുന്നു. ഹല്ലേലൂയ. ആ ഇടറിപ്പോയിട്ട് ഞാൻ അഴലാതിരിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ എൻ്റെ ആമേൻ കഷ്ടതകളെ ഹല്ലേലൂയ നിത്യ മഹത്വത്തിന്റെ വെളിച്ചത്തിൽ ആമേൻ നിസാരമായി അദ്ദേഹം കണ്ടു, അദ്ദേഹം കരുതി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി അങ്ങനെ കരുതുവാൻ കഴിയുന്നവർ ആമേൻ, ആ ആത്മാവിനെ പ്രാപിച്ചവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുമായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യകനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഏതുവാകുന്നു എന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട് ആ മഹത്വത്തിൽ പങ്കുചേരുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. ഹല്ലേലൂയ. ക്ഷമയോടും സന്തോഷത്തോടും കൂടി ആമേൻ തന്റെ കഷ്ടപ്പാടുകൾ സഹിക്കുവാൻ അവനെ പ്രാപ്തനാക്കിയത് ആമേൻ ഉയരത്തിലെ അഭിഷേകമാണ്, ഉയരത്തിലെ ശക്തിയാണ്. അതിന് അവന് പ്രചോദനമായത് ജീവന്റെ വചനമാണ്. ഇന്ന് രാത്രി ആമേൻ ആ അഭിഷേകം നിന്റെ മേൽ വീഴുവാൻ തക്കവണ്ണം നിന്നെ പ്രചോദനമുള്ളവനാക്കി മാറ്റുന്ന ജീവന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവർ കഷ്ടതയുടെ നടുവിലൂടെ, വേദനയുടെ നടുവിലൂടെ, ഒറ്റപ്പെടിന്റെ നടുവിലൂടെ, എതിർപ്പിന്റെ നടുവിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ ഇന്ന് രാത്രി നീ കേൾക്കുന്ന വചനം ദൈവശക്തിയായി നിന്നിൽ വെളിപ്പെട്ടു കഴിഞ്ഞാൽ ഹല്ലേലൂയ, അതേ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനെ പോലെ കർത്താവിന് വേണ്ടി ശക്തമായി അതേ മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. റോമലേഖനം അതേ 5-ാം അധ്യായം 3-ാം വാക്യം. ആമേൻ. അത് തന്നെയല്ല കഷ്ടത ആമേൻ സഹിഷ്ണുതയും ഹല്ലേലൂയ, സഹിഷ്ണുത സിദ്ധതയെയും ഹല്ലേലൂയ, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. അതേ കഷ്ടത ആമേൻ അതേ ജീവിതത്തിൽ അടിക്കടിയായി കടന്നു വരുമ്പോൾ അത് നമ്മളെ ഒന്നും കൂടെ പണിയപ്പെടുകയാണ്. ആ ദൈവിക സമാധാനത്തിലേക്ക്, ദൈവിക സമൃദ്ധിയിലേക്ക്, ആ നിത്യതയിലേക്ക് ആമേൻ അതേ അനന്തമായ സ്വർഗത്തിലേക്ക് നമ്മെ എത്തിക്കുവാൻ തക്കവണ്ണം അതേ പ്രാപ്തിയുള്ളതാക്കി നമ്മളെ പണിയുന്ന ഒരു അനുഭവമാണ്. ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട് ഏറെ പ്രിയപ്പെട്ടതും ആമേൻ പലപ്പോഴും ഉദ്ധരിക്കപ്പെടാത്തതുമായ ആമേൻ ഈ വാക്യം ഹല്ലേലൂയ. ആമേൻ. പലപ്പോഴും പലയിടങ്ങളിൽ ഇത് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ആമേൻ. ഉദ്ധരിക്കപ്പെട്ടതുമായ ഈ വാക്യം ഹല്ലേലൂയ പൗലോസിന്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ച കഷ്ടപ്പാടിനെ കുറിച്ച് ഹല്ലേലൂയ ക്രിസ്തുവിലുള്ള എല്ലാവരും ആമേൻ ക്രിസ്തുവുമായുള്ള ദൈവ രാജ്യത്തിന്റെ അവകാശികളാണെന്ന് ആമേൻ തിരിച്ചറിയേണ്ടതിന് ഹല്ലേലൂയ അവൻ മുമ്പ് പലയിടങ്ങളിൽ അതേ ആത്മാവിൽ നിയോഗം പ്രാപിച്ച് എഴുതുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിട്ടുണ്ട്. കാരണം ക്രിസ്തുവിലുള്ള എല്ലാവരും അവന്റെ മഹത്വത്തിൽ പങ്കുചേരുന്നതിന് മുമ്പ് അവന്റെ കഷ്ടതകളിൽ പങ്കാളികളാകണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിലൂടെയുള്ള ആ സമാധാനം, ക്രിസ്തുവിലൂടെയുള്ള ആ സൗഖ്യം, ആ ക്രിസ്തുവിലൂടെയുള്ള നിത്യത ആമേൻ ഒരുവൻ പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നത് പോലെ അവനിലൂടെയുള്ള ആ കർത്തതയുടെ പങ്കാളിത്തം കൂടെ വഹിക്കണമെന്ന് ആമേൻ ആഗ്രഹിക്കുന്നു. ഒരു ആമേൻ പറയാമോ?
ക്രൂശെടുക്കാതെ ആർക്കും അവനെ അനുഗമിക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഭൂമിയിലെ ഈ ജീവിതത്തോടനുബന്ധിച്ചുള്ള കഷ്ടപ്പാടുകളിലൂടെ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ജീവിക്കുന്നതിനെ കുറിച്ച് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ചർച്ച ചെയ്യുന്ന ശക്തമായ ഒരു ഭാഗം ആമേൻ ഈ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. ക്രിസ്തുവിനുള്ള വിശ്വാസത്തിനു വേണ്ടിയുള്ള ആമേൻ പീഡനം മൂലമുണ്ടായ കഷ്ടപ്പാടിനെ കുറിച്ചുള്ള ആമേൻ അതെ പൗലോസിന്റെ ആ പരാമർശിക്കുന്ന ആമേൻ അതെ ബൈബിൾ ഉദ്ധരണികൾ. ഹല്ലേലൂയ. ആമേൻ തന്റെ ജീവിത അനുഭവങ്ങളിലൂടെ ദൈവജനത്തെ ഉറപ്പിക്കുവാൻ അവൻ ആമേൻ പൗലോസ് ലീഹ എഴുതിയിരിക്കുന്ന വേദഭാഗങ്ങൾ ആമേൻ ഇന്ന് ആമേൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഓരോ വ്യക്തിക്കും ബലപ്പെടുവാൻ ഉതകത്തക്ക വിധത്തിലാണ് പരിശുദ്ധാത്മാവ് അത് നൽകി തന്നിരിക്കുന്നത്. ഇന്ന് രാത്രി എന്തിനാണ് ഈ മീഡിയയിലൂടെ ഈ ലൈവിലൂടെ ഈ സന്ദേശം പറയുന്നതെന്ന് ആമേൻ അതെ ചോദിക്കുന്നവരോട് ഞാൻ ആത്മാവിൽ ഒരു കാര്യം പറയട്ടെ. കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ ഇറങ്ങിത്തിരിച്ച നീ എവിടെയും എത്തിയില്ല, ഒന്നും നേടിയില്ല, ഒന്നും സമ്പാദിച്ചില്ല, ആരും കാണത്തക്ക വിധത്തിൽ ഒന്നും ഇതുവരെ അതെ സ്വന്തമാക്കാൻ പറ്റിയിട്ടില്ല എന്ന് ചിന്തിച്ച് നീ ആയിരിക്കുന്നുവെങ്കിൽ ആത്മാവിൽ ഞാൻ ഒരു ദൂത് പറയാം. ആമേൻ. മനുഷ്യപുത്രന്റെ തല ചായ്ക്കുവാൻ ഇടമില്ലായിരുന്നു. ഹല്ലേലൂയ. മഹത്വം വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് വന്നവൻ ഹല്ലേലൂയ ഇവിടെ നിന്ന് പോകുമ്പോ അവന്റെ പേരിൽ ഒന്നും ഇവിടെ ആക്കിയിട്ടല്ല പോയത്. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് പറഞ്ഞ ദൈവസഭയെ സ്ഥാപിച്ച് ആമേൻ അതിനെ ആമേൻ ശുശ്രൂഷകന്മാരെ ആക്കി നാഥൻ ഇവിടുന്ന് പോയി. ആ ദൗത്യം ചെയ്യുവാൻ ദൈവം ആക്കി വെച്ച ആമേൻ അനിരുഗ്രഹിതനായ ആമേൻ ശുശ്രൂഷകനായിരുന്നു അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ലീഹ. ആമേൻ തന്റെ നിര്യാണ കാലം അടുത്തപ്പോൾ താൻ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ ഹല്ലേലൂയ അതെ തന്റെ പുതപ്പ് കൊണ്ടുവരുവാൻ താൻ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സുവിശേഷത്തിന്റെ പേരിൽ വെട്ടിപ്പിടിച്ച സൗധങ്ങൾ പണിതുണ്ടാക്കി ആമേൻ ഇവിടുന്ന് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുവാൻ കഴിയത്തില്ല. ആമേൻ ദൈവനാമത്തിന് വേണ്ടി ദൈവം നൽകുന്നത് ആമേൻ അതെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ചിലവഴിക്കുവാൻ കർത്താവ് തരുന്നത് അർഹതപ്പെട്ടവരുടെ കയ്യിലെത്തി. ആമേൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കണമെന്നുള്ള ആ തിരുവചന പ്രകാരം ആമേൻ കർത്താവിന്റെ വേല ചെയ്യുവാൻ വിളിക്കപ്പെട്ട ദൈവദാസന്മാർ, ദൈവദാസിമാർ, അഭിഷക്തന്മാർ കാഴ്ചപ്പാടോടെ മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഇന്ന് രാത്രി സന്തോഷമുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാത്ത ഈ ഭാഗത്തിന്റെ ആമേൻ മുഴുവൻ സന്ദർഭത്തെയും അടിസ്ഥാനമാക്കി ആമേൻ പാപം നിറഞ്ഞ ആമേൻ ഈ ലോകത്തിൽ ആമേൻ ജീവിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ആമേൻ ദൈനംദിന കഷ്ടപ്പാടുകൾ ആമേൻ ഉൾപ്പെടുത്തുവാൻ ഹല്ലേലൂയ പൗലോസിനെ ആമേൻ മനസ്സിലാക്കാൻ ആമേൻ ദൈവത്തിന്റെ ആത്മാവ് അതെ നൽകിക്കൊടുത്ത ആമേൻ അതെ പ്രചോദനത്താൽ ആത്മനിയോഗത്താൽ എഴുതിയിരിക്കുന്ന തിരുവചനം ഹല്ലേലൂയ എല്ലാ സൃഷ്ടികളും ആമേൻ അനുഭവിക്കുന്നുണ്ടെന്ന് അവൻ വ്യക്തമാക്കുകയാണ്. എന്ന് പറഞ്ഞ ആമേൻ റോമാലേഖനം 8-ാം അധ്യായം 20-ാം വാക്യം ആമേൻ സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസത്വത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കുമെന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. ആമേൻ. അത് എല്ലാ സൃഷ്ടികളും അനുഭവിക്കുന്നുണ്ടെന്ന് അവൻ വ്യക്തമാക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ ക്രിസ്തുവിലുള്ളവർ മാത്രമേ ദൈവരാജ്യത്തിനകത്തുള്ള ആ മഹത്വങ്ങളിൽ ആമേൻ പങ്കാളികളാകുവാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞ കാര്യം എത്ര പേർക്ക് മനസ്സിലാകുന്നു? ആമേൻ. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസത്വത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് എന്ത് ചെയ്തിരിക്കുന്നു? കീഴ്പ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ഈ ലോകത്തിലായിരിക്കുന്ന മായയാകുന്ന ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു ദൈവ പൈതൽ അവർ അഭിമുഖീകരിക്കുന്ന കഷ്ടതയ്ക്കകത്ത് നിന്ന്, വേദനയ്ക്കകത്ത് നിന്ന്, പ്രതികൂലത്തിനകത്ത് നിന്ന് ക്രിസ്തുവിലൂടെ ആശ്വാസം പ്രാപിക്കുവാൻ കഴിയുമെന്ന് ഹല്ലേലൂയ ആർക്ക് മാത്രമേ അതേ മനസ്സിലാകത്തുള്ളൂ? ക്രിസ്തുവിലുള്ളവർക്ക് മാത്രം. ഹല്ലേലൂയ. രക്ഷിക്ക
രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയിലായിരിക്കുന്നവരോടാ ആമേൻ ഈ ദൂത് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ കൈമാറുന്നത്. ഹല്ലേലൂയ. നമ്മിൽ ആമേൻ വെളിപ്പെടുത്തുന്ന മഹത്വങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ ഇന്നത്തെ കഷ്ടപ്പാടുകൾ ഹല്ലേലൂയ ഉയർത്തിപ്പിടിക്കുവാൻ പോലും കഴിയില്ല എന്നതാണ് പൗലോസിന്റെ കാഴ്ചപ്പാട്. ഹല്ലേലൂയ. ഈ കാഴ്ചപ്പാട് എത്ര പേര് പ്രാപിച്ചിട്ടുണ്ട്? ഹല്ലേലൂയ. നമ്മളിൽ വെളിപ്പെടുത്തുന്ന മഹത്വങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഹല്ലേലൂയ എന്താണ് ആ മഹത്വം? ഹല്ലേലൂയ നമ്മളിൽ വെളിപ്പെടുവാൻ പോകുന്ന ആ മഹത്വവുമായി ഒന്ന് താരതമ്യപ്പെടുത്തിയാൽ ഹല്ലേലൂയ ആമേൻ അതെ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഈ പ്രതികൂലങ്ങളൊന്നും സാരമില്ലെന്നെണ്ണി മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. മനുഷ്യന്റെ നിലനിൽപ്പിനൊപ്പം ആമേൻ വരുന്ന ശാരീരികവും വൈകാരികവുമായ വേദനയെ കുറിച്ച് ആമേൻ പൗലോസ് പറയുന്നത് ആമേൻ അതെ കേൾക്കാം. ഹല്ലേലൂയ. ആമേൻ ദൈവവചനം നമ്മളെ പിന്നെയും ആവേശഭരിതരാക്കും. ഹല്ലേലൂയ. ആമേൻ ആത്മാവുമായി കണക്റ്റഡ് ആയിരിക്കുന്നവർക്ക് മാത്രമേ ആമേൻ ഇത് കേൾക്കുവാനും ഇത് വിശ്വസിക്കുവാനും അത് പ്രാപിക്കുവാനും സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ആമേൻ പൗലോസ് വരാനിരിക്കുന്ന അതിമനോഹരമായ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന പൗലോസ്ലീഹയുടെ ആ ജീവിതത്തിൽ ആമേൻ വരാനിരിക്കുന്ന അതിമനോഹരമായ മഹത്വത്തെ മുൻ കണ്ട് ഹല്ലേലൂയ ആമേൻ അതിനെ ആമേൻ അതെ വളരെ ആഴത്തിൽ മനസ്സിലാക്കി ആമേൻ ഈ വേദനയുടെ നടുവിലും ഈ ഒറ്റപ്പെടലിന്റെ നടുവിലും ഈ പട്ടിണിക്കകത്ത് ആമേൻ ഈ എതിർപ്പിനകത്ത് ആമേൻ അത് സന്തോഷകരമായി കണ്ട് ചുവടുവെക്കുകയാണ്. ഹല്ലേലൂയ. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം ആമേൻ കൊരിന്ത്യർക്ക് എഴുതിയ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിന്റെ 23 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ വായിച്ചപ്പോഴാണ് നമുക്ക് ആ ലിസ്റ്റ് കാണുവാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിന്റെ അനുഭവങ്ങളുടെ ഒരു ചെറിയ സാമ്പിളാണ് അവിടെ താൻ വിവരിച്ചിരിക്കുന്നത്. വിശപ്പ്, ദാഹം, അപകടം, തടവ്, പീഡനം. ഹല്ലേലൂയ. എന്നിട്ടും ആ കഷ്ടപ്പാടുകളെല്ലാം ഹല്ലേലൂയ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിന്റെ അവകാശങ്ങളുമായി താരതമ്യപ്പെടുത്താനാവില്ലെന്ന് ഹല്ലേലൂയ അദ്ദേഹം പറയുന്നു. ഹല്ലേലൂയ. ആമേൻ രക്ഷിക്കപ്പെട്ട വിശ്വാസികൾക്ക് ഹല്ലേലൂയ ഭാവിയിൽ വെളിപ്പെടുത്തുന്ന മഹത്വങ്ങളുമായി ഹല്ലേലൂയ താരതമ്യപ്പെടുത്താനാവില്ലെന്ന് അദ്ദേഹം ആത്മാവിൽ നിയോഗം പ്രാപിച്ച് അതേ ദൈവസഭയിൽ അംഗമായിരിക്കുന്നവരെ ബലപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ആമേൻ തീർച്ചയായും അനന്തമായ മഹത്വങ്ങൾ ഹല്ലേലൂയ മനസ്സിലാക്കാൻ കഴിയാത്ത വിധം അത്ഭുതകരവും തൃപ്തികരവുമായി അർത്ഥവത്തമായ രീതിയിൽ ഹല്ലേലൂയ ആമേൻ അതെ അനുഭവിക്കുവാൻ ആസ്വദിക്കുവാൻ തക്കവണ്ണം കൃപ ലഭിച്ചവരാണ് ദൈവമക്കൾ. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ക്രിസ്തുവിനെ കൂടാതെ നമ്മുടെ പാപം നിമിത്തം നമുക്കൊരിക്കലും ദൈവത്തിന്റെ ആ മഹത്വത്തിൽ പങ്കാളികളാകുവാൻ കഴിയുകയില്ല. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നുവെന്നാണ് റോമാലേഖനം 3-ാം അധ്യായം 23-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ക്രിസ്തുവിൽ ദൈവം പൂർണ്ണമായി ദത്തെടുത്ത അവകാശികൾ എന്ന നിലയിൽ ആമേൻ അവന്റെ മഹത്വം എന്നേക്കും നാം പൂർണ്ണമായി അനുഭവിക്കത്തക്ക വിധത്തിൽ ഹല്ലേലൂയ വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവമക്കൾ ഇന്ന് രാത്രി അതെ ബലപ്പെടുവാൻ ഇടയാകുന്നുവെങ്കിൽ ആ കരമടിച്ച് ഒരിക്കൽ കൂടെ കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. ആമേൻ അതെ നാം അനുഭവിക്കുന്ന ഈ വേദനയെ ആമേൻ അത് ചെറുതാക്കുന്നില്ല. ആമേൻ അതൊരു ശാശ്വത വീക്ഷണ കോണിലേക്ക് നമ്മെ എത്തിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ വേദന ലഘുവായി ആമേൻ പെട്ടെന്ന് അങ്ങ് മാറി ആമേൻ വേദന സംഹാരി ഗുളിക കഴിക്കുന്നത് പോലെ ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ പ്രശ്നം അങ്ങ് പരിഹരിക്കുന്ന സമ്പ്രദായമല്ല. ആമേൻ ഈ വേദനയ്ക്കകത്ത് ആയിരിക്കുന്ന ഒരു വ്യക്തിയുടെ ആമേൻ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുന്ന ആ ദൈവ തേജസ് ഹല്ലേലൂയ ആ മഹത്വത്തെ കുറിച്ച്
അത് തിരിച്ചറിയുന്ന ഒരു ദൈവ പൈതലിന് ആമേൻ പ്രത്യാശയോടെ ജീവിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. അതുകൊണ്ടാണ് എബ്രായ ബാലന്മാർ തീച്ചലുടെ നടുവിൽ നിന്നപ്പോൾ അതിനകത്ത് വീണ് ഞങ്ങൾ എരിഞ്ഞ് തീർന്നാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങളിൽ ഒരു മഹത്വം വെളിപ്പെടും. ഇന്ന് രാത്രി എത്ര പേർ ആമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും? ഞാൻ എന്റെ വാക്കുകൾ ഉപസ്മരിക്കുകയാ. റോമലേഖനം 6-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം, പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യ ജീവൻ തന്നെ. ഹല്ലേലൂയ. പാപത്തിന്റെ ശമ്പളം, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. ഹല്ലേലൂയ. എന്നെ കൊണ്ട് നിന്നെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ച് തെറ്റായ ചിന്താഗതിയിലേക്ക് വലിച്ചിഴച്ച് നിത്യ നരകത്തിലേക്ക് ഒരിക്കൽ ജനിക്കുന്ന മനുഷ്യൻ നിശ്ചയമായി മരിക്കും. ഹല്ലേലൂയ. അത് ശാരീരിക മരണമാണ്. എന്നാൽ ഒരു ആത്മീയ മരണം ഒരു ഭക്തന്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ അവന്റെ അകത്ത് ക്രിസ്തുവിന്റെ ആ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന ചിന്തകളെ ആമേൻ അതെ അതിജീവിക്കുവാൻ ഒരു ഭക്തനെ ശക്തീകരിക്കുന്ന ഉൾനട്ട ജീവന്റെ വചനം പഠിച്ച് ബലപ്പെടുവാൻ ദൈവസഭയെ ആമേൻ ഈടിച്ച ലേഖനങ്ങൾ എഴുതി പൗലോസ്ലീഹ ഉറപ്പിച്ചു. ഇന്ന് രാത്രി ഉറപ്പ് പ്രാപിച്ച് ഈ കഷ്ടമുള്ള, ഈ വേദനയുള്ള, ഈ പ്രതികൂലമുള്ള, ഈ പ്രതിസന്ധിയുള്ള ലോകത്ത് ആ നിത്യതയിലേക്ക് വിളിച്ചിരിക്കുന്ന ദൈവം അവിടെ എത്തിക്കുന്നത് വരെ നീ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിനകത്ത് നിൽക്കുവാനുള്ള കൃപ നൽകി നയിപ്പാൻ ശക്തരാണ്. ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യ ജീവൻ തന്നെ. ദൈവത്തിന്റെ കൃപാവരങ്ങളെ പ്രാപിച്ച് ഈ കാലഘട്ടങ്ങളിൽ ശക്തമായി കർത്താവിനെ ഉയർത്തുവാൻ ശുശ്രൂഷക്കാരായി ദൈവം ആക്കി വെച്ചിരിക്കുന്ന അഭിഷക്തന്മാരെ നൽകപ്പെട്ടിരിക്കുന്ന കൃപയ്ക്കൊത്തവണ്ണം ചുവടുവെച്ച് മുമ്പോട്ട് പോകുമ്പോൾ എന്നെ നിന്നെ ഒതുക്കുന്ന, തകർക്കുന്ന പട്ടിണി, പൈതാകം, കഷ്ടത, നഷ്ടത, ഒറ്റപ്പെടൽ, അകാലത്തിലുള്ള മരണങ്ങൾ, ഇതിനൊന്നും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും എന്നെ വേർപിരിപ്പാൻ കഴിയത്തില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ മേൽ പകരപ്പെട്ട ദൈവ കൃപയിൽ അവൻ ഈ ലോകത്തിലെ കഷ്ടതകൾ ലഘുവായി കണ്ടുകൊണ്ട് ആമേൻ അതെ വെളിപ്പെടുവാനുള്ള തേജസ് അവൻ മുൻകണ്ട് അതെ ക്രിസ്തു അവന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ആമേൻ സന്തോഷത്തെ അതെ വലുതായി ഓർത്ത് അപമാനമാക്കി ഹല്ലേലൂയ ആമേൻ മുൻപോട്ട് പോയതുപോലെ ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി കേൾപ്പിച്ച ആ വചനത്തിന് എത്ര പേർ സ്വർഗീയ പിതാവാം ദൈവത്തിന് നന്ദി പറയും. ഹല്ലേലൂയ. ക്രിസ്തു യേശുവിന്റെ എല്ലാ കഷ്ടപ്പാടുകളും ആമേൻ അത് ഞാൻ അത് മനസ്സിലാക്കി അത് സ്വീകരിച്ച് ഹല്ലേലൂയ ആമേൻ എന്റെ മഹത്വം ഹല്ലേലൂയ അത് പ്രത്യക്ഷപ്പെടുന്നത് വരെ, എന്നിലൂടെ ദൈവം മഹത്വം വെളിപ്പെടുന്നത് വരെ ഹല്ലേലൂയ അതേ സഹിക്കാനും ഹല്ലേലൂയ ക്ഷമിക്കാനും വഹിക്കാനും ഹല്ലേലൂയ ഈ പരാജയപ്പെട്ടു പോകാതെ ജയകരമായ ഒരു ജീവിതം നയിപ്പാൻ ഇടയാകത്തക്ക വിധത്തിൽ ഹല്ലേലൂയ ഉയരത്തിലെ കൃപയ്ക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ കൃപ എനിക്ക് വേണം. ഈ പ്രതികൂലത്തിന്റെ നടുവിൽ, ഈ പ്രതിസന്ധിയുടെ നടുവിൽ കർത്തൃവേലയിലായിരിക്കുന്ന എനിക്ക് ആമേ നിൽക്കുവാനുള്ള കൃപ നൽകണമേ. എൻ്റെ കുഞ്ഞിന്റെ മേൽ പകരണമേ, എൻ്റെ ജീവിത പങ്കാളിയുടെ മേൽ പകരണമേ, എന്റെ കൂടപ്പറപ്പിന്റെ മേൽ പകരണമേ. ഈ കാലഘട്ടങ്ങളിൽ കർത്താവേ, അങ്ങ് ജയാളിയായതുപോലെ അങ്ങയെ പിൻപറ്റി അഭിഷക്തന്മാർ പരാജയപ്പെട്ടു പോകുവാൻ ഇടയാകാതെ അവർ കടന്നുപോയ സമസ്ത മേഖലകളിൽ ആമേൻ അവരുടെ സമയം വരെയും നിൽക്കുവാനുള്ള കൃപ അവരുടെ മേൽ പകർന്ന ദൈവമേ, ഇന്ന് രാത്രി അവിടുത്തെ കൃപ എന്റെ മേൽ പകരണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ മനസ്സ് നിങ്ങളിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ച ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ കഷ്ടപ്പാടുകൾക്ക് ഒരു ദൈവിക ലക്ഷ്യമുണ്ട്. ഹല്ലേലൂയ. നാം വായിച്ച പ്രാരംഭ തിരുവെഴുത്തിൽ നമുക്കത് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് വേണ്ടിയുള്ള കഷ്ടപ്പാടുകളുടെ മനോഭാവം ആമേൻ അവനുമായുള്ള നമ്മുടെ ആ ബന്ധം ദൃഢമാക്കുവാൻ
കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ആമേൻ. ഇന്ന് രാത്രി ഞങ്ങളിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ച ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണിക്കൊണ്ട് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിന്റെ മുഖത്തേക്ക് നോക്കി തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ഹല്ലേലൂയ ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തതുപോലെ ഹല്ലേലൂയ ആമേൻ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ച് ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് എണ്ണിക്കൊണ്ട് മുമ്പോട്ട് പോകുവാൻ അവിടുത്തെ കൃപ ഇന്ന് രാത്രി ഞങ്ങളുടെ മേൽ പകരണമേ കർത്താവേ. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം ഹല്ലേലൂയ അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നതാകയാൽ ഹല്ലേലൂയ ആമേൻ. അതെ, ആ മഹത്വത്തിൽ പങ്കുചേരുമെന്ന് ആ ഉറപ്പ് പ്രാപിച്ച് ആമേൻ ആ സന്തോഷത്തോടുകൂടി ആ കഷ്ടപ്പാടുകൾ ആമേൻ സഹിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ആമേൻ കഷ്ടത ആ സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് ആമേൻ വിശ്വാസത്തോടെ ചുവടുകൾ വെച്ച് മുമ്പോട്ട് പോകുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചാട്ട്. ഇന്ന് രാത്രി കഷ്ടതയുടെ നടുവിൽ, ഭാരത്തിന്റെ നടുവിൽ, വേദനയുടെ നടുവിൽ, പ്രതികൂലത്തിന്റെ നടുവിലായിരിക്കുന്ന ജനത്തെ അവിടുന്ന് ശക്തീകരിക്കണം. അവരുടെ മേൽ ഉയരത്തിലെ കൃപ പകരണം. ആമേൻ. മഹത്വം അവിടുത്തേക്ക് അർപ്പിക്കുന്നു. ഭാരങ്ങളും പ്രയാസങ്ങളെല്ലാം അതിജീവിച്ച് കർത്തൃവേലയിൽ ശക്തിയോടെ പ്രയോജനപ്പെടുവാൻ കർത്താവ് ആക്കി വെച്ചിരിക്കുന്ന അഭിഷക്തന്മാര് അങ്ങ് സൂക്ഷിച്ചാട്ട് ആവശ്യമായ കൃപ കൊടുത്താട്ട് അവിടുന്ന് ബലപ്പെടുത്തിയാട്ട് പൂർവാധികം ശക്തിയോടെ കർത്തൃവേലയിൽ പ്രയോജനപ്പെടുവാൻ എല്ലാവരെയും അങ്ങ് സഹായിക്കണമേ. സ്വദേശത്ത്, വിദേശത്ത്, രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ കർത്തൃവേലയിലായിരിക്കുന്ന അഭിഷക്തന്മാർ, അവരുടെ കുടുംബങ്ങൾ, അവരുടെ തലമുറകൾ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിശേഷ ആമേൻ ദൈവമക്കൾ എന്ന നിലയിൽ അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് ആ അധികാരത്തിൽ ആയിരിക്കുന്ന ദൈവ മക്കൾ ഹല്ലേലൂയ അതേ ലോകത്തിൽ സകല ജാതികളെയും എന്റെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞ ആമേൻ ആ കൽപ്പന ഏറ്റെടുത്ത് ആമേൻ ഇറങ്ങി പുറപ്പെട്ട് ആമേൻ അനേകരെ ക്രിസ്തുവിന്റെ ശിഷ്യത്വത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ആമേൻ വ്യക്തി ജീവിതങ്ങളെ ഓർക്കുകയാ. അങ്ങനെ ആയിരിക്കുന്ന എല്ലാവരും ആയിരിക്കുന്നിടത്ത് കൃപ പകർന്നാട്ട് ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ആകുലതയോടെ ആയിരിക്കുന്നവരെ ദൈവിക സമാധാനം കൊണ്ട് നിറച്ചാട്ട്. വിശേഷ ഈ ക്വാറന്റൈൻ കഴിയുന്ന ഈ കാലഘട്ടങ്ങളിൽ ആഹാരമില്ലാത്തവർക്ക് ആഹാരം കൊടുത്താട്ട്, ഭവനമില്ലാത്തവർക്ക് ഭവനം കൊടുത്താട്ട്, സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുത്താട്ട്, സൗഖ്യമില്ലാത്തവർക്ക് സൗഖ്യം കൊടുത്താട്ട്, വിവാഹപ്രായമായി നിൽക്കുന്ന കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കട്ടെ. വിവാഹം കഴിഞ്ഞിട്ട് തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന കുടുംബസ്ഥർക്ക് തലമുറകൾ ഉണ്ടാകട്ടെ. ആമേൻ. തലമുറകൾ പാപാകുലമാകുന്ന ലോകത്ത് വഷളത്വം പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ പാപത്തെ അതെ പാൽ പോലെ സേവിച്ച് അനുസരണക്കേടിന്റെ ആത്മാക്കളാൽ വ്യാപാരത്താൽ പിടിക്കപ്പെട്ടിരിക്കുന്ന തലമുറകൾ യേശു കർത്താവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വിടുവിക്കപ്പെടട്ടെ. ചില പാപികൾ മനം തിരിയട്ടെ, പിന്മാറ്റക്കാർ മടങ്ങി വരട്ടെ, രോഗികൾ സൗഖ്യമാകട്ടെ. സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് എല്ലാവരെയും നിറച്ചാട്ട്. എനിക്ക് വേണ്ടി, എൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി, എൻ്റെ ബിസിനസിന് വേണ്ടി, എൻ്റെ നിലനിൽപ്പിന് വേണ്ടി, എൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിശേഷ സ്നേഹതീരം ആമേൻ പ്രയർ സെന്റർ അനുദിന ചിന്ത ഫേസ്ബുക്കിലെ എല്ലാ ഫ്രണ്ട്സുകൾക്കായി, അവരുടെ കുടുംബങ്ങൾക്കായി, അവരുടെ തലമുറകൾക്കായി, അവരുടെ ജീവിത പങ്കാളികൾക്കായി, അവരുടെ കൂടപ്പറപ്പിനായി, അവരുടെ മാതാപിതാക്കൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ കർത്താവെ, ഫേസ്ബുക്കിൽ ഫ്രണ്ട്സ് ആയിരിക്കുന്ന എല്ലാവരെയും ദൈവിക സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. ആമേൻ. സ്നേഹതീരം പ്രയർ ഫാമിലി ആമേൻ ഫേസ്ബുക്ക് ആമേൻ ഗ്രൂപ്പിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. സ്നേഹതീരം പ്രയർ വാട്സപ്പ് ഗ്രൂപ്പിലെ എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുദിന ചിന്ത വാട്സപ്പ് ഗ്രൂപ്പിലെ എല്ലാ കുടുംബങ്ങളെയും ഓർക്കുന്നു.
കർത്താവ് യൂട്യൂബ് ചാനൽ സ്നേഹതീരം പ്രയർ ഫാമിലി യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ ആമേൻ ഈ വചന ശുശ്രൂഷ, ഈ പ്രാർത്ഥന കൂട്ടായ്മ അനുഗ്രഹമായി കാണുന്നവർ ആമേൻ അവരുടെ സഹോദരങ്ങൾക്ക്, അവരുടെ കൂടപ്പിറപ്പിന്, അവരുടെ സുഹൃത്തുക്കൾക്ക്, അവരുടെ മാതാപിതാക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നവരുണ്ടല്ലോ. അതിലൂടെ അനേകര് ദൈവവചനം കേൾക്കുവാൻ, ദൈവനാമം മഹത്വപ്പെടുവാൻ ഇടയായി തീർന്നല്ലോ. ഞങ്ങളുടെ കൂടെ ആ ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന, ഞങ്ങളുടെ വാക്കുകൾ കൊണ്ട് താങ്ങുന്ന എല്ലാ കുടുംബങ്ങളെയും, എല്ലാ വ്യക്തികളെയും അങ്ങയുടെ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ കോറിനിൽ, ഈ പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന, ഞങ്ങൾക്ക് കൈത്താങ്ങലാകുന്ന എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെയും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ആകുലതയോടെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് എല്ലാവരും നിറയ്ക്കണം. കർത്താവിന്റെ വചനം അതേ ശക്തിയോടെ ഇന്ന് രാത്രിയിലും അതേ പ്രഘോഷിക്കുവാൻ അവിടുന്ന് ശക്തനാക്കിയ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിലെ കൂട്ടായ്മ ആമേൻ ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചതിനായി നന്ദി. പ്രാർത്ഥന ഘട്ടത്തിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് രാത്രി വചനം കേട്ട എല്ലാവരെയും സ്വർഗത്തിലെ വലുവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെങ്കിൽ, നിങ്ങൾക്ക് ദൈവത്തോട് അടുക്കുവാനും ബലപ്പെടുവാനും കഴിഞ്ഞെങ്കിൽ മറക്കരുതേ, നിങ്ങളുടെ സഹോദരങ്ങൾക്ക്, നിങ്ങളുടെ കൂടപ്പിറപ്പിന്, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു പക്ഷേ അവർക്ക് ഇത് വലിയ അനുഗ്രഹത്തിന് കാരണമാണ്. ദൈവനാമം മഹത്വപ്പെട്ടു. നമുക്കൊരുമിച്ച് കർത്തൃവേലയിൽ ശക്തമായി പ്രയോജനപ്പെട്ട അങ്ങേ കരയിൽ ചെന്ന് ഇവിടെ നാം നേടിയതെന്തെന്ന് അന്ന് ആ പ്രതിഫലം വാങ്ങി സന്തോഷിക്കുവാനിടയാകട്ടെ. നിങ്ങൾക്ക് ഒരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കാൻ സന്തോഷവും താല്പര്യവും ഉണ്ടെങ്കിൽ 9744703489 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ റിക്വസ്റ്റ് അയക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യൂട്യൂബിൽ ഞങ്ങളുടെ മെസ്സേജ് അവൈലബിൾ ആണ്. സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഷിജു ജോസ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് യൂട്യൂബിൽ സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന് പറയുന്ന ചാനൽ കാണുവാൻ കഴിയും. ഷിജു ജോസ് എന്ന് സെർച്ച് ചെയ്യുക, സ്നേഹതീരം പ്രയർ ഫാമിലി. വാട്സപ്പിൽ എല്ലാ ദിവസവും ഒരു റൈറ്റ് മെസ്സേജ് അയക്കുന്നുണ്ട്. അതിൽ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോയുണ്ട്. ആ ഫോട്ടോയിലൊന്ന് കൈ അമർത്തിയാൽ ഡയറക്റ്റ് യൂട്യൂബിലേക്ക് പോകുന്നതാണ്. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്താത്തവരാണെങ്കിൽ ബെൽ ബട്ടൺ അമർത്തുക. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്. ഗോഡ് ബ്ലസ് യു. ദൈവം അനുവദിച്ചാൽ നാളെ വൈകുന്നേരം ഇതേ സമയം ഈ ഫേസ്ബുക്ക് ലൈവിൽ നമുക്ക് ഒരുമിച്ച് കാണാം. ശുഭം.